എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. ഇണയില്ല കുറു പ്രാവുപോ ഞരങ്ങുന്നു പ്രിയനിൽ ചേരുവാ, ഇണയില്ല കുറു പ്രാവുപോ ഞരങ്ങുന്നു പ്രിയനിൽ ചേരുവാ. നാദാ വരുവാൻ താമസമെങ്കിൽ, നാദാ വരുവാൻ താമസമെങ്കിൽ, വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. സിംഹത്തിൻ ഗുഹ എനിക്കേകിയാലും, അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, സിംഹത്തിൻ ഗുഹ എനിക്കേകിയാലും, അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ, വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ, വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല, ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല. ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, മണ്ണിലെന്നാശ്വാസമായി എന്നും, മണ്ണിലെന്നാശ്വാസമായി. ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, മണ്ണിലെന്നാശ്വാസമായി എന്നും, മണ്ണിലെന്നാശ്വാസമായി. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ
നീയേ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് സ്തോത്രം ക്രിസ്തുവിലുള്ള ഒരു സൗന്ദര്യം, ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു സൗന്ദര്യം ഞാനും നിങ്ങളും പ്രാപിക്കണമെന്നാണ്. ദൈവം നമ്മളെക്കുറിച്ച് ഒരു സൗന്ദര്യം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ ഒരു സൗന്ദര്യമുണ്ട്, പക്ഷെ ക്രിസ്തുവിലൊരു സൗന്ദര്യമുണ്ട്. രണ്ടും രണ്ടാണ്. ലോകത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം സ്വീകരിച്ച് നമ്മളെ ലോക മനുഷ്യനാക്കി ലോകത്തിൻ്റെ ആൾക്കാരുടെ മുമ്പിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, പേരും പ്രശസ്തിയും കഴിവും ജ്ഞാനവും ഭംഗിയൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കം, ഈ ലോകപരമായിട്ടുള്ള ഒരുക്കം. എന്നാൽ ക്രിസ്തു ആഗ്രഹിക്കുന്ന ഭംഗി ഇതൊന്നുമല്ല. പിന്നെ എന്താ? പ്രതികൂലങ്ങളുടെ നടുവ്. നേരത്തെ വായിച്ച വചനം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. യിരെമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം വായിച്ചേ. നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനം പ്രശ്നങ്ങളുടെ നടുവിൽ നീ കണ്ടുമുട്ടിയ ഒരു ദിവസമുണ്ട്. പ്രതിസന്ധിയുടെ നടുവിൽ നീ കണ്ടുമുട്ടിയ ഒരു ദിവസമുണ്ട്. കണ്ണുനീരിന്റെ നടുവിൽ നീ കണ്ടുമുട്ടിയ ഒരു ദിവസമുണ്ട്. എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ നീ എൻ്റെ പ്രാണപ്രിയനെ കണ്ടുമുട്ടിയ ഒരു ദിവസമുണ്ട്. സ്തോത്ര. സാഹചര്യങ്ങളൊന്നും നിനക്ക് അനുകൂലമായിരുന്നില്ല. ഒരുപാട് പ്രശ്നമായിരുന്നു, ഒരുപാട് പ്രതിസന്ധിയായിരുന്നു. വീട്ടിനകത്ത് നോക്കുമ്പോൾ പ്രതിസന്ധി, വീട്ടിൻ്റെ പുറത്ത് നോക്കുമ്പോൾ പ്രതിസന്ധി. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുടെ നടുവിലും ഒരു പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നു. മുന്നോട്ട് പോകാൻ വഴിയില്ലാത്തൊരു കാലഘട്ടം, എല്ലാവരും ഉപേക്ഷിച്ച ഒരു കാലഘട്ടം. എന്നാൽ അന്ന് മരുഭൂമിയുടെ അനുഭവത്തിൽ, പ്രതിസന്ധിയുടെ അനുഭവത്തിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ എന്നെ നീ കണ്ടുമുട്ടിയപ്പോൾ നീ പ്രതികൂലം മറന്നു, പ്രശ്നം മറന്നു, പ്രതിസന്ധി മറന്നു. നീ കണ്ണുനീർ ഓർത്തില്ല, ഞരക്കം ഓർത്തില്ല, വേറെ ഒന്നും ഓർത്തില്ല. ഈ ലോകത്തിന്റെ സൗന്ദര്യത്തെ അമ്പയെ നീ വലിച്ചെറിഞ്ഞു. അമ്മേ, ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളെ, ദാഹങ്ങളെ നീ അമ്പയെ വലിച്ചെറിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മകളെ നീ ഓർക്കുന്നുണ്ടോ? മകനെ നീ അത് ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ സ്നേഹം, ആദ്യത്തെ ഇഷ്ടം, ആദ്യത്തെ ഒരു ബന്ധം, ആദ്യത്തെ ഒരു അടുപ്പം. അവിടെ നോക്കുമ്പോൾ മരുഭൂമിയേ ഉള്ളൂ, അവിടെ ഒരു പച്ചപ്പുമില്ല. പക്ഷേ നീ ആ മരുഭൂമിക്കകത്ത് പ്രാണപ്രിയനെ കണ്ടുമുട്ടിയപ്പോൾ അവിടെ നിനക്കൊരു ആനന്ദമുണ്ടായിരുന്നു. അവിടെ നിനക്ക് ലോകം തരാത്തൊരു സമാധാനമുണ്ടായിരുന്നു, ലോകം തരാത്തൊരു സന്തോഷമുണ്ടായിരുന്നു, ലോകം തരാത്തൊരു ആശ്വാസമുണ്ടായിരുന്നു. ഇന്ന് നിനക്ക് ഈ ആശ്വാസമുണ്ടോ? ഉത്തമഗീത പുസ്തകത്തിനകത്ത് സ്വത്ര അവിടെ ഒരു സഹോദരിയെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ആ സഹോദരിയെ കുറിച്ച് ഞാൻ തവണ പ്രസംഗിച്ചിട്ടുണ്ട്. ആ സഹോദരി ലോകത്തിലുള്ള സകലതും കൊണ്ടുവന്ന് മയക്കാൻ നോക്കി. സകലതും അവളുടെ അടുക്കൽ കൊണ്ടുവന്ന് ഇട്ട് വാരി നിരത്തി കാണിച്ചു കൊടുത്ത് മയക്കാൻ നോക്കി. അപ്പോഴൊക്കെയും അവൾ മയങ്ങിയില്ല. അവൾ മയങ്ങാത്തതിൻ്റെ കാരണം ഹല്ലേലൂയ, പ്രാണപ്രിയന്റെ സൗന്ദര്യം അവൾ കണ്ടപ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു ഭംഗിയും, ഒരു സമ്പത്തും, ഒരു ധനവും, ഒരു പേരും, ഒരു പ്രശസ്തിയും, ഒരു പഠിപ്പും, ഒരു പണവും, ഒരു സ്ഥാനമാനങ്ങളും അവൾക്ക് വലുതായിട്ട് തോന്നിയില്ല. അവൾക്ക് വലുതായി തോന്നിയത് അരുമനാഥനാകുന്ന യേശുവിനെയാണ്. അവൾക്ക് വലുതായി തോന്നിയത് പൊക്കിൾ കൊടി മുറിക്കാത്ത ആ കാലഘട്ടത്തിൽ ഉപേക്ഷിച്ചു പോയ അമ്മ വലിച്ചെറിഞ്ഞ് ആ നാരകത്തിൻ്റെ ചുവട്ടിൽ എവിടെയാണ് ഉപേക്ഷിച്ചിട്ട് പോയേ? ഹല്ലേലൂയ. ഉത്തമഗീത പുസ്തകത്തിനകത്തുണ്ട്. എവിടെയാണ് അവളെ ഉപേക്ഷിച്ചിട്ട് പോയേ? നാരകത്തിൻ്റെ ചുവട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയപ്പോൾ ഒരു ഇടയച്ചക്കൻ ഓടി വന്ന് അവളുടെ അടുക്കൽ വന്നു അല്ലേ? മരണത്തോട് മല്ലടിക്കുന്ന നിമിഷം ആ ഇടയച്ചക്കൻ സ്വത്ര ഓടി വന്ന് ഈ കുഞ്ഞിനെ കയ്യിലെടുത്തു അല്ലേ? പ്രസവിച്ച അമ്മ പൊക്കിൾ കൊടി മുറിച്ചില്ല, സ്വത്ര ഒന്ന് കുളിപ്പിച്ചില്ല, ഒരു തുണി പുതച്ചില്ല. അത് ആ കുഞ്ഞിന് ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ ആ നാരകത്തിൻ്റെ ചുവട്ടിൽ സ്വത്രം ഉപേക്ഷിച്ചിട്ട് അമ്മ പോകുമ്പോൾ ചേർത്ത് പിടിക്കാൻ കഴിവുള്ള ഒരു മണവാളൻ അവിടെ ഇറങ്ങി വന്നു. അവൻ്റെ പേരത്രേ യേശു. ഹല്ലേലൂയ. ആരും നോക്കാനില്ലാതിരുന്നപ്പോൾ ആ സ്വത്രം ആ നാരകത്തിൻ്റെ ചുവട്ടിൽ കണ്ടവർ 8:5 വായിച്ചേ. ഉണർത്തി. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അവിടെ വച്ചാണ് അമ്മയ്ക്ക് വേണ്ട, ലോകത്തിന് ആർക്കും വേണ്ട. അപ്പോൾ അരുമനാഥനാകുന്ന യേശു അവിടെ ഇറങ്ങി അവളെ സ്വത്രം തൂക്കിയെടുത്തു. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, ഞാനും നീ എവിടൊക്കെയോ പൊക്കിൾ കൊടി മുറിക്കാതെ പാപത്തിൻ്റെ ആ സ്വത്രം മയക്കം മാറാതെ ഈ ലോകത്തിൻ്റെ ഇഷ്ടത്തിനകത്ത് കിടന്ന എന്നെയും നിങ്ങളെ സ്തോത്രം ലോകത്തിൻ്റെ ഭംഗി ആസ്വദിച്ച്, ലോകത്തിൻ്റെ ഇഷ്ടം ആസ്വദിച്ച് ഒരു ജഡത്തിൻ്റെ മനുഷ്യനായി, ഒരു പാപ മനുഷ്യനായി ആ പാപത്തോട്
നമ്മളോട് കൂടുതൽ പാപം ചെയ്യാൻ ആഗ്രഹിച്ച് വെമ്പലോടെ ഓടിയ ഒരു കാലഘട്ടം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് സംസാരിക്കണമെന്ന് അറിഞ്ഞുകൂടാത്ത, എന്ത് കാണണമെന്ന് അറിഞ്ഞുകൂടാത്ത, എന്തൊക്കെ ഉപയോഗിക്കുക, എന്തൊക്കെ ഉപയോഗിച്ചുകൂടാന്ന് അറിഞ്ഞുകൂടാത്ത ഒരു കാലഘട്ടം. എല്ലാം നമുക്ക് ആസ്വദിക്കാൻ തന്നതാണെന്ന് പറഞ്ഞ് ആസ്വദിച്ചൊരു കാലഘട്ടം, മരുഭൂമിയിൽ നടന്നൊരു കാലഘട്ടം, വേറെ ഒന്നും അറിയത്തില്ല. ആ സ്ഥാനത്ത് എൻ്റെ യേശുവിനെ കണ്ടുമുട്ടിയൊരു നിമിഷമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ആ നിമിഷം? ആ നിമിഷം ഒരു വിവാഹ നിശ്ചയം നടന്നു. അത് മണവാളനുമായിട്ടാണ്, അത് മണവാളനുമായിട്ടാണ്. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് ഇരമ്യാവിൽ പറയുന്നത്, ഇരമ്യാവിൻ്റെ പുസ്തകം അത് കണ്ണീരോടെ ഇരമ്യാവിൻ്റെ പുസ്തകം വായിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം വരുന്ന ദിവസങ്ങൾ ദൈവാത്മാവ് തരികയാണെങ്കിൽ നമുക്ക് സഭയിൽ ഞായറാഴ്ച ദിവസം കേൾക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ രണ്ടാം വാക്യം ഒന്നുകൂടെ വായിക്കാം. നമുക്ക് ഇരമ്യാവ് 2:2 രണ്ടാം വാക്യം ഒന്നുകൂടെ വായിക്കാം. നീ ചെന്ന് യെരൂശലേമിൽ കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ചു നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും മരുഭൂമിയിലെ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ. കണ്ടോ, അവിടെ ഒന്നുമില്ല. ഹല്ലേലൂയ, ഒന്നുമില്ല. ആ സമയത്ത് ആ പ്രാണപ്രിയനെന്ന് കണ്ടുമുട്ടി. ഈ ലോകത്തിലുള്ള എല്ലാ സ്നേഹവും സന്തോഷവും എല്ലാ നന്മയും കിട്ടിയപ്പോൾ കിട്ടാത്തൊരു സന്തോഷം ആരെ കണ്ടപ്പോൾ കിട്ടി? യേശുവിനെ കണ്ടപ്പോൾ. ആ സമാധാനം വേറെ, ആ സന്തോഷം വേറെ, ആ സ്വസ്ഥത വേറെ, ആ തണുപ്പ് വേറെ, ആ വിടുതൽ വേറെ കിട്ടി. സ്തോത്രം. എന്നാൽ അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല. നീ വിത നോക്കിയില്ല, കൊയ്ത്ത് നോക്കിയില്ല, എന്ത് കിട്ടുമെന്ന് നോക്കിയില്ല. അപ്പനെ കിട്ടുമെന്ന് മാത്രമേ നോക്കിയുള്ളൂ. അടുത്തവർ വായിച്ചേ. നീ എന്നെ അനുഗമിച്ചു നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും. യൗവനത്തിൽ എന്ന് വെച്ചാൽ ആദ്യത്തില് ആ കണ്ടുമുട്ടിയ സമയത്ത് നീ എൻ്റെ കൂടെ, കണ്ണീര് വന്നാലും പ്രശ്നം വന്നാലും എന്നെ വിട്ടുമാറാതെ എന്നോടെല്ലാം തുറന്നു പറയുന്നൊരു കാലഘട്ടം, നിനക്ക് മറവില്ലാത്തൊരു കാലഘട്ടം, നീ ഒന്നും ഒളിച്ചു വെക്കാത്തൊരു കാലഘട്ടം, എല്ലാം എന്നോട് സംസാരിച്ചൊരു കാലഘട്ടം, ഒരു പൊട്ടനെ പോലെ പൊട്ടിയെ പോലെ എൻ്റെ പുറകെ നടന്ന് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ നീ ചേർന്ന് നിന്ന് എന്നോട് സംസാരിച്ചൊരു കാലഘട്ടം. ഞാൻ അല്പം ഇങ്ങോട്ട് തിരിഞ്ഞാൽ നീ എന്നെ തട്ടി വിളിച്ചിട്ട് എനിക്കിത് പറയണമെന്ന് പറഞ്ഞ് നീ വീണ്ടും 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 പറയുന്നൊരു കാലഘട്ടം. അയ്യോ, നിന്റെ യൗവനത്തിലെ ഭക്തി, നിന്റെ യൗവനത്തിലെ ദാഹം, നിന്റെ യൗവനത്തിലെ എൻ്റെ പുറകെ നടന്ന ഒരു അനുഗമനം ഉണ്ടായിരുന്നു, അനുഗമിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എവിടൊക്കെയോ അത് മാറിയെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയണം, മക്കളെ പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ഇരിക്കരം നീട്ടി എൻ്റെ അപ്പം നിൽക്കുകയാണ്, പെട്ടെന്ന് വാ, വീണ്ടും ഞാൻ സ്വീകരിക്കാൻ ഒരുക്കമാണ്. എവിടെ? അതേ ഭക്തിയിൽ. ഒന്നുകൂടെ വായിച്ചേ വരി. വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ചു നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, വിവാഹം നിശ്ചയിക്കുമ്പോൾ ഒരു സ്നേഹം ഉണ്ടല്ലേ? കല്യാണം കഴിഞ്ഞവർക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സ്നേഹമെന്ന്. ദൈവത്തിന് സ്തോത്രം. പണ്ടത്തെ കാലത്തല്ല, ഈ പിന്നീടുള്ള ഇപ്പോഴുള്ള യുഗത്തിലുള്ള. മുമ്പ് അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പം മൊബൈലുണ്ട്. കല്യാണമൊക്കെ നിശ്ചയിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോൺ വിളിയും സംസാരം. അപ്പോൾ ഇനി കല്യാണം വരെയുള്ള സംസാരം എന്ന് പറഞ്ഞാൽ അസാധ്യ. സ്തോത്രം. ഇപ്പോഴുള്ള പിള്ളേരോട് ചോദിച്ചാൽ അതൊക്കെ പറഞ്ഞു തരും. ദൈവത്തിന് മഹത്വം. അപ്പോൾ ആ നിശ്ചയിച്ച അടുത്ത് കല്യാണം വരെ ഒരു ആനന്ദമാണല്ലേ? ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇവിടെ യേശുപ്പച്ചൻ പറയുകയാണ്, നമ്മുടെ കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞില്ല. എപ്പോൾ കഴിയും? കാന്തം വരുമ്പോൾ. സ്തോത്രം. ഹല്ലേലൂയ. കാന്തൻ വരുമ്പോൾ, മണവാളൻ വരുമ്പോൾ തൻ്റെ മണവാട്ടിയെ സ്വീകരിച്ചുകൊണ്ട് പോകും. പക്ഷെ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ. എന്ത് നടന്നു? നിശ്ചയം നടന്നു. പക്ഷെ ആ പയ്യനോടുള്ള സ്നേഹമുണ്ടോ? അതോ ജാരന്മാരെ നോക്കുകയാണ്, ജാരന്മാരെ. അപ്പോൾ ആ സഹോദരിയെ, ഉത്തമഗീത പുസ്തകത്തിലെ സഹോദരിയെ കൊണ്ടുവന്ന് സ്തോത്രം കൊട്ടാരത്തിനകത്ത് കൊണ്ടുപോയി അല്ലേ? 2 വർഷത്തിലധികം എവിടെ കൊണ്ടുപോയി? ശലോമോൻ രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് കൊണ്ടുചെന്ന് അയാളുടെ അടുക്കളയിലുള്ള സമ്പത്തെല്ലാം നമ്മൾ വായിച്ചു ഇല്ലേ? അടുക്കളയിലുള്ള ഭക്ഷണ ക്രമീകരണം, അവിടെ എത്ര മൃഗങ്ങളാണ് അറക്കുന്നത്, അവിടെയുള്ള ആഹാരം എങ്ങനെയുള്ളതാണെന്നെല്ലാം നമ്മൾ ധ്യാനിച്ചില്ലേ കഴിഞ്ഞ നാളുകളിൽ? സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവൾ അവിടെ കൊണ്ടുവന്ന് അടുക്കളയെ കാണിച്ചപ്പോൾ ഈ ലോകത്തിലുള്ള ഒരു അടുക്കള പോലെ ഒന്നും അല്ല ശലോമോൻ്റെ അടുക്കള. വീടും വസ്തുവും അയാളുടെ പല്ലക്കം എന്നൊക്കെ പറഞ്ഞ് മുഴുവനും സ്വർണം കൊണ്ടുണ്ടോ പല്ലക്കൊക്കെ കണ്ട് അവിടെ വീഴുമെന്ന് വിചാരിച്ചു. പക്ഷെ യേശുവിനെ കണ്ടവർക്ക് ഇതൊന്നും ഒരു ചുക്കും ഒന്നും തോന്നിയില്ല. കാരണം ഇതിനല്ല വില. പിന്നെ ആർക്കാ വില? ദൈവത്തിന്. ഇതിനൊന്നും വിലയുള്ളതായി തോന്നിയില്ല. ഇവിടുത്തെ സ്വർണത്തിന് അവർക്ക് വില തോന്നിയില്ല. ഇവിടുത്തെ പേരിന് അവർക്ക് വില തോന്നിയില്ല. ഇവിടെയുള്ള രാജാവെന്ന പദവിക്ക് അവർക്ക് വില തോന്നിയില്ല. ഇവിടുത്തെ പദവി ഒന്നും അവൾ വില കൊടുത്തില്ല. വില കൊടുക്കേണ്ട യേശുവിനായിരുന്നു. സ്തോത്രം. അപ്പോഴാണ് എല്ലാം ചുറ്റി നടന്ന് കൊണ്ട് കാണിച്ചു കൊടുത്തു. എല്ലാ സ്തോത്രം. സ്ത്രീ അവിടെയുള്ള വെപ്പാട്ടിമാരും ഭാര്യമാരും എല്ലാം കൂടെ ശലോമോൻ്റെ എല്ലാവരും കൂടെ ഓടി വന്ന്
വന്ന് ഇവളുടെ ചുറ്റും നിന്ന് രാവും പകലും 2 വർഷത്തിലധികം സ്തോത്രം അതും ഇതും ചിലതും പലതും എല്ലാം കാണിച്ച് കണ്ടോടി ശലോമോൻ രാജാവിൻ്റെ ഭംഗി കണ്ടോ, പല്ലക്ക് കണ്ടോ, വീട് കണ്ടോ, മുറി കണ്ടോ, അവൻ്റെ അടുക്കള കണ്ടോ, അവളുടെ സമ്പത്ത് കണ്ടോ, അവളുടെ കൊട്ടാരങ്ങൾ മില്ലോ കണ്ടോ ഇതെല്ലാം നീ കണ്ടോ, ഇത്രയും ധനമുള്ള ഇത്രയും ഭംഗിയുള്ള ശലോമോനെ നിനക്കെന്താ ഇഷ്ടപ്പെടാത്തെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, എന്നെ ഇനി ഏതെല്ലാം ജാരന്മാർ വന്ന് വഴിതെറ്റിക്കാൻ നോക്കിയാലും ഞാൻ വീഴത്തില്ല, അതിനേക്കാൾ വലിയൊരു മണവാളനെ ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഈ മണ്ണെ പ്രതി മാണിക്കത്തെ, ഈ മണ്ണിനെ ഓർത്തോണ്ട് എൻ്റെ മാണിക്യമാകുന്ന അവൾ കണ്ടത് ഈ ലോകത്തിലുള്ള എല്ലാം എന്തിനെ മണ്ണായിട്ടാണ് കണ്ടത്. ഈ മണ്ണിനെ ഞാൻ നോക്കിക്കൊണ്ട് എൻ്റെ മാണിക്യത്തെ ഞാൻ ആ പാട്ടുകാർ എത്ര കൃത്യമായിട്ട് എഴുതി വെച്ച് നോക്കിയേ. ഈ മണ്ണ് ഇതെല്ലാം മണ്ണാണ്. ആ സ്ത്രീകളെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ ആ വെപ്പാട്ടുകളും ഭാര്യമാരും എല്ലാവരും ഈ സഹോദരിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് ഈ ലോകത്തിലുള്ളതെല്ലാം മണ്ണായിട്ട് അവൾ കണ്ടു. നോക്കിയേ, അതാ പറഞ്ഞേ, എല്ലാവർക്കും ഒന്നും ഇത് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 7-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് സ്തോത്രം 31 മുതൽ വായിച്ചേ, 31 വായിച്ചേ, 29 മുതൽ വായിച്ചല്ലെങ്കിൽ, എന്നാൽ സഹോദരന്മാരെ ഇതൊന്നും ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. നെഗറ്റീവായിട്ടൊന്നും എടുത്തു കളയില്ല. ഈ വചനമായിട്ട് തന്നെ എടുക്കണം. അടുത്ത് ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും. അവൻ എപ്പോഴും ചിന്തിക്കുന്ന ആരെ പ്രസാദിപ്പിക്കാം? പറ, ആരെ പ്രസാദിപ്പിക്കാം? എൻ്റെ ദൈവത്തെ എങ്ങനെ? ഒന്നുകൂടെ വായിച്ചേ വരി. വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എനിക്ക് യേശു പ്രസാദിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ. ദൈവമേ, ഈ ലോകം എനിക്ക് ഒന്നും പ്രസാദിക്കണ്ട, എൻ്റെ ദൈവം പ്രസാദിക്കാൻ. മനുഷ്യൻ്റെ അല്ല ഞാൻ ആശ്രയിക്കുന്നത്, ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. മനുഷ്യൻ്റെ ആശ്രയം എല്ലാം മാറിപ്പോകും, ആ കൈയെല്ലാം തളരും, ആ ശബ്ദമെല്ലാം ഇടറും, അതെല്ലാം നീങ്ങിപ്പോകും. പക്ഷേ ഇടറാത്ത, തളരാത്ത, മാറാത്ത, സ്നേഹിക്കുന്ന, വീണു പോയാൽ എഴുന്നേൽപ്പിക്കുന്ന, തളർന്നു പോയാലും താങ്ങി എഴുന്നേൽപ്പിക്കുന്ന, ശക്തി ഇല്ലാത്തവന് ശക്തി തരുന്ന എൻ്റെ മണവാളനെ അങ്ങേ ഒന്ന് പ്രസാദിപ്പിക്കാൻ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? വായിച്ചാ വരി. വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് കർത്താവിനുള്ള ചിന്തിക്കുന്നു. അടുത്ത് വിവാഹം ചെയ്തവൻ ഭാര്യ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് കണ്ടോ ഒരു പുരുഷന്റെ കഷ്ടത ഉണ്ടോ? ദൈവത്തെ പ്രസാദിപ്പിക്കാം അവനെ കൊണ്ട്. ഇവള് എന്നിൽ പ്രസാദിക്കുന്നു, ഇവക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അത് എല്ലാവരും അല്ല, ചിലടത്ത് സ്വാതന്ത്ര്യം. അടുത്ത വരി എന്ന് വെച്ച് ലോകത്തിലുള്ള ചിന്തിക്കുന്നു. അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. ഈ ലോകത്തിൻ്റെ മോഹങ്ങളുടെ അടുക്കൽ അകപ്പെട്ടിരിക്കുന്ന ഒരു പൈതൽ ദൈവം വിളിക്കുന്നൊരു പേരെന്തോന്നാ? നിങ്ങൾ പറ. യാക്കോബിൻ്റെ ലേഖനത്തിലുണ്ട്, ഇരമ്യാവിൽ ഇഷ്ടംപോലെ സ്ഥലത്തുണ്ട്. എന്തോന്നാ പേര്? യേശുവുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു പൈതൽ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട് തീരുമ്പോൾ വിളിക്കുന്ന ഒരു പേരാണ് വ്യഭിചാരിണികളെ. വാക്ക് കണ്ടോ? എന്തോന്നാണ്? യേശുവുമായിട്ട് വിവാഹ നിശ്ചയം. കല്യാണം കഴിഞ്ഞോ? ഇല്ല. വിവാഹ നിശ്ചയം ചെയ്തിട്ട് കർത്താവ് മുദ്രമോദരമാകുന്ന പരിശുദ്ധാത്മാവിനെ എൻ്റെയും നിങ്ങളെ അകത്ത് തന്നിട്ട് 1 യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം പോലെ നടക്കേണ്ട സ്ഥാനത്ത് ഈ ലോകത്തിലുള്ള ചിലതിനെ ഞാൻ എത്തി നോക്കി, നമ്മുടെ കണ്ണും ചിന്തയും വിചാരങ്ങളും മനസ്സും ശരീരവും എല്ലാം അതിലോട്ട് പോകുമ്പോൾ ദൈവം നോക്കിയിട്ട് വിളിക്കുന്ന പേരാണ്, ഞാൻ നിന്നെ വിവാഹ നിശ്ചയം ചെയ്തിട്ടും എന്നെ നീ നോക്കാതെ നീ സ്വത്രം ലോകത്തിലേക്ക് നോക്കി ജാരന്മാരെ അന്വേഷിച്ച് നടക്കുകയാണ്. അതാണ് ഇതിൻ്റെ അർത്ഥം. ജാരന്മാരെ അന്വേഷിച്ച്. എന്താ അതിൻ്റെ അർത്ഥം? ഈ ലോകത്തിലുള്ളതിൻ്റെ പുറകെ പോകുമ്പോൾ വിളിക്കുന്ന പേരായത്. ലോകത്തിൻ്റെ പുറകെ ആരുമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുക? ഞാനും കർത്താവുമായിട്ടൊരു ബന്ധം നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. അതേത് ബന്ധം? പവിത്രമായ, വിശുദ്ധമായ, നിർമ്മലമായ ഒരു ബന്ധമാണ് യേശുവും ഞാനും തമ്മിലുള്ള വിവാഹം. അതിൻ്റെ ഉറപ്പാണ് അഭിഷേകമെന്ന മുദ്രാമോദരം. അത് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും തന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ മുദ്രാമോദരം ഇട്ടുകൊണ്ട് ഈ ലോകത്തിൻ്റെ വശീകരണ വാക്കുകൾ നമ്മൾ ആരും എന്ത് ചെയ്യല്ലേ? കുടുങ്ങരുത്. അപ്പോൾ സ്വത്രം കന്യകയ്ക്കും വിവാഹം ചെയ്തവൾക്കും, ഒന്നുകൂടെ വായിച്ചേ ആ വരി അതുപോലെ വായിച്ചേ. അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും
തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടുപേർക്ക് വ്യത്യാസമുണ്ട്. അടുത്ത് വിവാഹം കഴിയാത്തവൾ. എന്താണ് വ്യത്യാസം? വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. എന്തോന്ന് ചിന്തിക്കുന്നു? എൻ്റെ അപ്പനെ എങ്ങനെയൊക്കെ എനിക്ക് പ്രസാദിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നു. അടുത്ത് വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. കണ്ടോ? ലോകത്തിനുള്ളത് ചിന്തിക്കുന്ന ആളും ക്രിസ്തുവിനുള്ളത് ചിന്തിക്കുന്നത് ആളും. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ക്രിസ്തുവിനുള്ളത് ചിന്തിക്കുന്ന മക്കളായി ഞാനും നിങ്ങൾ മാറണം. കർത്താവ് ആഗ്രഹിക്കുന്ന ഇതാണ്, ഒരു സൗന്ദര്യമുള്ള പൈതൽ. ലോകത്തിൽ ഒരുപാട് സൗന്ദര്യങ്ങളുണ്ട്, ലോകത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും വാഞ്ചകളും ഒക്കെ ഉണ്ട്. എന്നാൽ ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന സൗന്ദര്യം ലോകം തരുന്ന ഒരു സൗന്ദര്യമല്ല, ലോകം തരുന്ന ഒരു പേരും പ്രശസ്തി എന്ന സൗന്ദര്യമല്ല, ലോകത്തിലുള്ള വേറെ ഒന്നുമല്ല. ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു സൗന്ദര്യം ഉണ്ട്. അതുകൊണ്ടാണ് സ്തോത്രം പത്രോസ് അപ്പോസ്തലൻ ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം, 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 2-ാം വാക്യം മുതൽ വായിച്ചേ. വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. കണ്ടോ? കർത്താവ് ആഗ്രഹിക്കുന്ന ഭംഗി ഇതൊന്നുമല്ല. കണ്ടോ? ഇതിനപ്പുറം ഈ ലോകം ആഗ്രഹിക്കുന്ന ഭംഗി ഇതൊക്കെയാണ്. പുറമേ ഉള്ള ഭംഗി വർദ്ധിപ്പിക്കുക, പേരും പ്രശസ്തി കഴിവും ആൾക്കാർ കാണുമ്പോൾ ഒന്ന് ആകർഷിക്കുന്ന ഒന്ന് വർദ്ധിപ്പിക്കുക. പക്ഷെ ദൈവം ഇതിനൊന്നും മാർക്കിടുകയില്ല, ദൈവം ഇതൊന്നും അംഗീകരിക്കുകയുമില്ല. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? കരമൊന്ന് ചേർത്തടിച്ച്. ദൈവം ഇതിനൊന്നും ആഗ്രഹിക്കുകയില്ല, ഇഷ്ടപ്പെടുകയില്ല, അംഗീകരിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ശ്രദ്ധിച്ചേ, നമ്മളിപ്പോൾ ഒരു സഭയിൽ ആരാധന നടത്തിയെന്ന് വെച്ചോ, നമ്മളെ സഭ ഞായറാഴ്ചത്തെ ആരാധന വെച്ചോ. അപ്പോൾ നമ്മുടെ ഞായറാഴ്ചത്തെ ആരാധനയ്ക്കകത്ത് സ്തോത്രം ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരെ പുറത്തുനിന്ന് വിളിച്ചെന്ന് വെച്ചോ. നല്ല കാര്യമല്ലേ? നല്ലതാണ്. ഒരുപാട് വിളിച്ചെന്ന് വെച്ചോ. ഒരുപാട് പേര് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നുണ്ട്. ഒരുപാട് നല്ല പാട്ടുകാരുണ്ട്. ഞായറാഴ്ച സ്റ്റേജ് നിറച്ച് പാട്ടുകാർ അങ്ങറ്റം ഇങ്ങേറ്റം നിൽക്കുകയാണ്. ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് അങ്ങറ്റം മുതൽ ഇങ്ങേറ്റം വ്യത്യസ്തമായത് വെച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം പുറത്തുനിന്ന് വിളിച്ച് നിർത്തിയിരിക്കണമെന്ന് വെച്ചോ. അതിനകത്ത് പാടാൻ ആൾക്കാരുണ്ട്. പാട്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പാടുന്ന, നല്ല വോയിസുള്ള, നല്ല രീതിയിൽ പാടാൻ അറിയാവുന്ന പാട്ടുകാരാണ് നിൽക്കുന്നതെന്ന് വെച്ചോ. സ്തോത്രം. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത് കണ്ട ഉടനെ ദൈവം പ്രസാദിക്കുമെന്ന്? നിറയെ പാട്ടുകാരില്ലേ? പ്രസാദിക്കുമോ? നിറയെ സിസ്റ്റം വായിക്കുന്നവരെല്ലാം ഇല്ലേ? പ്രസാദിക്കുമോ? പിന്നെ എന്താ പ്രസാദിക്കാത്ത കാരണം? ദൈവത്തിൻ്റെ ആത്മാവിൽ വിശുദ്ധിയോടെ നിന്നല്ല ചെയ്യുന്നതെങ്കിൽ ഇതാര് പ്രസാദിക്കൂല? എത്ര ഉണ്ടായിരുന്നാലും എന്തെല്ലാം ഇനി ആൾക്കാരുടെ കണ്ണിന് മുമ്പ് എന്തെന്ന് പറയും? ആൾക്കാർ എന്തായിരുന്നല്ലേ ഞായറാഴ്ച പള്ളിയിൽ എങ്ങനെ ഇരുന്നല്ലേ, സ്റ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയും പിന്നെ പാട്ടും ആ താളവും ആ പാട്ടുകാരൊക്കെ പാടിയപ്പോൾ എന്തായിരുന്നല്ലേ. സ്തോത്രം. സിനിമ പാട്ട് പാടുമ്പോൾ ആൾക്കാർ ഡാൻസ് കളിക്കുന്ന കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? നിങ്ങൾ ആരും കണ്ടിട്ടില്ല, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. മരപ്പലം വഴിയൊക്കെ പോയപ്പോൾ രാത്രിയൊക്കെ. അപ്പോൾ അവരതിനകത്ത് നൃത്തം ചെയ്ത് എന്തുകൊണ്ടാണ്? ഈ പാട്ടിനൊരിതുണ്ട്, പാട്ടിനകത്തൊരു സുഖമുണ്ട്, പാട്ടിനകത്ത് നൃത്തം ചെയ്യാൻ ചിലതുണ്ട്, പാട്ടിനകത്ത് നൃത്തം ചെയ്യാൻ ഒരു താളമുണ്ട്. അത് സിനിമ പാട്ടിലുണ്ട്, ക്രിസ്ത്യൻ പാട്ടിലും. ഇതിലൊന്ന് ചാടിയെന്ന് പറഞ്ഞുകൊണ്ട് ആ പാട്ട് അതുപോലെ പഠിച്ച് പാടിയെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ദൈവം പ്രസാദിക്കുന്ന ആളൊന്നും അല്ല. പിന്നെ ദൈവം പ്രസാദിക്കണം എന്ത് ചെയ്യണം? ദൈവം പ്രസാദിക്കുന്ന രീതിയിൽ ആത്മാവിലുള്ള പാട്ടും ദൈവാത്മാവിലുള്ള ആരാധനയും ദൈവാത്മാവിലുള്ള ശുശ്രൂഷയെങ്കിൽ മാത്രമേ. ചിലപ്പോൾ അതിനകത്ത് വേറെ ഒന്നും കാണുമായിരിക്കും, സാധാരണ ഒരു ഇൻസ്ട്രുമെൻസും കാണുമായിരിക്കും, സാധാരണ പാടുന്ന നല്ല വ്യക്തമായിട്ട് പാടുന്ന ആളും കാണുമായിരിക്കും. ചിലപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന പോലെ 4 വരിയായിരിക്കും പാടിയത്, 4 വരിയായിരിക്കും പ്രാർത്ഥിച്ചത്. പക്ഷേ ആ ആരാധനയ്ക്കകത്ത് യാഗത്തിൻ്റെ ആരുടെ തീ ഇറങ്ങും? സ്വർഗത്തിലെ തീ ഇറങ്ങും. അത് കത്തും. കാരണം എന്താ? അത് ദൈവം പ്രസാദിക്കുന്ന യാഗമാണ്, ദൈവം പ്രസാദിക്കുന്ന യാഗവസ്തുവാണ്, ദൈവം പ്രസാദിക്കുന്ന ആരാധനയാണ്, ദൈവം പ്രസാദിക്കുന്നതാണ് ഇതെല്ലാം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മൾ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മുമ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാൽ അവിടെ ഒന്നും ദൈവം പ്രസാദിക്കില്ല. ദൈവം പ്രസാദിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിലുള്ള ഒരുക്കവും ദൈവത്തിൻ്റെ ആത്മാവിലുള്ള ശുശ്രൂഷയും ദൈവത്തിൻ്റെ ആത്മാവിലുള്ള ആരാധനയും ദൈവഹിതപ്രകാരമുള്ള ആരാധന വെളിപ്പെട്ടില്ലെങ്കിൽ എൻ്റെ കർത്താവ് പറയും, മോളെ നിന്റെ പുറമേ ഉള്ള ഒരുക്കം എനിക്ക് വേണ്ട. ആൾക്കാർ കാണുമ്പോൾ നിനക്കൊരു ഒരുക്കമുണ്ട്, ആൾക്കാർ കാണുമ്പോൾ കൊള്ളാമെന്ന് മാർക്കിടുന്നുണ്ട്. പക്ഷേ
ഹല്ലേലൂയ. എനിക്ക് നിനക്ക് മാർക്കിടാൻ പറ്റുന്നില്ല, ഞാൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരെ എന്നെ കൊണ്ട് കഴിയുന്നില്ല, എനിക്ക് നിന്റെ ശുശ്രൂഷയിൽ ആനന്ദിക്കാൻ കഴിയുന്നില്ല, എനിക്ക് നിന്റെ പാട്ടിൽ ആനന്ദിക്കാൻ കഴിയുന്നില്ല. കാരണം നീ വായിൽ തോന്നിയ എല്ലാം വിളിച്ചു പറഞ്ഞിട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഓ ജീസസ്, നിന്റെ ദൈവഹിതമല്ലാത്തതെല്ലാം സംസാരിച്ചിട്ടാണ് നീ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇൻസ്ട്രുമെന്റ്സ് നന്നായിട്ട് നീ വായിക്കുന്നുണ്ട്, പക്ഷെ വായിക്കുന്ന കൈ പാവം ചെയ്തിട്ടാണ് വന്ന് നിൽക്കുന്നത്. ഓ സ്തോത്രം, എനിക്ക് നിന്നിൽ പ്രസാദമില്ല. കണ്ടോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നമ്മളിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ ഓ സ്തോത്രം, ഭയങ്കര രീതിയിൽ പാടിയത് കൊണ്ടോ ഭയങ്കര ചെയ്തോ എന്നല്ല എൻ്റെ കർത്താവ് നോക്കുന്നത് അപ്പൻ്റെ ആത്മാവിലിരുന്ന്, അപ്പൻ്റോട് കീഴടങ്ങിയിരുന്ന്, ആത്മാവിൽ നിറഞ്ഞ് സ്വയങ്ങളെ മരിപ്പിച്ച് ഞാൻ ചത്തിട്ട് ദൈവമാണോ അതിനകത്ത് ഇറങ്ങി നിന്ന് ഓരോ ശുശ്രൂഷ നടത്തുന്നതെങ്കിൽ ഞാൻ പറയാം, ലോകം നിനക്ക് സീറോ ഇട്ടാലും ലോകത്തിനത് മണക്കാൻ പറ്റിയില്ലെങ്കിലും, ലോകത്തിനൊരു വിലയില്ലെങ്കിലും, എന്നാൽ ഞാൻ പറയാം, സ്വർഗത്തിന് അതിനൊരു വിലയുണ്ട്. കാരണം അത് ചെയ്തത് മനുഷ്യനല്ലായികയാൽ, അത് സ്വർഗമാകയാൽ. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, ദൈവം ഈ പുറത്തുള്ളത് കണ്ടെന്ന് പറഞ്ഞൊന്നും മാർക്കിടുന്നൊരു ദൈവമല്ല എൻ്റെ ദൈവം. പിന്നെയോ, എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ അകത്ത് വരുന്നൊരു മാറ്റമാണ്, എൻ്റെ ജീവിതത്തിനകത്ത് വരുന്നൊരു ശുദ്ധീകരണമാണ്, ഒരു വിശുദ്ധീകരണമാണ്, പാപമോചനമാണ്, ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവത്തിൽ നിറയുന്നതാണ്. ക്രിസ്തുവിനാൽ ചില പാപശക്തികളെ വലിച്ചെറിഞ്ഞിട്ട് ക്രിസ്തുവിനെ നിറയ്ക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു മനോഭാവമാണ് ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. അടുത്ത വരി സൗമ്യതയും. അപ്പോൾ വസ്ത്രം ധരിക്കുന്നത് എന്ന് പറയുമ്പോൾ വസ്ത്രം ധരിക്കരുത് എന്നാണോ അതിൻ്റെ അർത്ഥം? ഏത് വസ്ത്രം വേണം ധരിക്കാം, പക്ഷെ മാന്യമായിരിക്കണം. പിന്നെ ശരീരം മറയ്ക്കുന്നതും 2 കാര്യം: 1 മാന്യമായിരിക്കണം, 2 ശരീരം മറയ്ക്കുന്നതായിരിക്കണം, 3 ഒന്നുകൂടെ പറയാം, മറ്റൊരാൾ കാണുമ്പോൾ അവർക്ക് പാപം ജനിക്കാത്ത ഡ്രസ്സും ആയിരിക്കണം. ഇത്രയാണ് 3 കാര്യമാണ് വസ്ത്രധാരണത്തെക്കുറിച്ച്. ഏത് വസ്ത്രം വേണം ധരിക്കാം, പക്ഷേ അതിനൊന്നും ബൈബിളിൽ ഇന്ന വസ്ത്രമേ ധരിക്കാവൊന്നുമില്ല. പക്ഷേ ധരിക്കുമ്പോൾ ഞാനും നിങ്ങളൊരു ദൈവ പൈതലാണെന്ന് ഓർത്ത് വേണം ധരിക്കാൻ. അത് ആത്മാവ് നമ്മളെ നിയന്ത്രിക്കും. വായിച്ച 2:27, 1 യോഹന്നാൻ 2:27. നിങ്ങളാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആര് നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. ഒന്നുകൂടെ, അവനാൽ പ്രാപിച്ച അഭിഷേകം. ആരാൽ? യേശുവിനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. കണ്ടോ? മുദ്ര മോതിരം ഇട്ടിട്ടുണ്ട്. ഈ അഭിഷേകം എൻ്റെ അകത്തുണ്ട്. ഈ അഭിഷേകം എന്നെ എങ്ങനെ നടത്തണം? നേര് വഴിയെ നടത്തണം. ഈ ലോകത്തിലുള്ള ഭംഗി കാണുമ്പോൾ, ലോകത്തിലുള്ള ഇഷ്ടം കാണുമ്പോൾ, ലോകത്തിലുള്ള പ്രതാപവും പ്രസക്തിയും കാണുമ്പോൾ, ആൾക്കാർ മാർക്കിടുന്നത് ഞാൻ കാണുമ്പോൾ, സ്തോത്രം, അവിടെ എനിക്ക് ആകർഷണം വരരുത്. പിന്നെ ഞാൻ ആരായിരിക്കണം? എൻ്റെ ദൈവത്തെ മാത്രം നോക്കണം. അങ്ങനെ നോക്കണമെങ്കിൽ എൻ്റെ അകത്ത് ഏത് ആത്മാവ് കാണണം? ദൈവം തന്ന പരിശുദ്ധി ആത്മാവ് എന്നെ അതിലോട്ട് ഉപദേശിച്ച്, മനുഷ്യൻ്റെ ഇതിലല്ല ഉപദേശിക്കുന്നത്, പിന്നെ ദൈവാത്മാവിനാൽ ഉപദേശിച്ച് നേരുവഴിയിലൂടെ നടത്തണം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഒന്നുകൂടെ വായിച്ചേ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രസംഗിക്കണമെന്നാണോ? നിങ്ങൾ ആരും പ്രസംഗിക്കണ്ട, എനിക്കറിയാം. ഇനി ആരും പ്രസംഗിക്കാതെ എനിക്ക് വചനം അറിയാം, എന്നെ പഠിപ്പിക്കണ്ട, എന്നെ ഉപദേശിക്കണ്ട, ഇതാണോ എൻ്റെ അർത്ഥം? അല്ല. പിന്നെ എന്തോന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥം? എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തോന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥം? ഈ വചനത്തിൻ്റെ അർത്ഥം, ശാലിനി, നിനക്ക് ഞാൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടപ്പോൾ നിൻ്റെ അകത്ത് എൻ്റെ ആത്മാവിനെ പകർന്നു. ഈ ലോകത്തിലുള്ള മോഹങ്ങൾ, ഇഷ്ടങ്ങൾ, ഇമ്പങ്ങൾ നിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വരും. ഇതിൻ്റെ നടുവിലൂടെ വേണം നീ നടന്നു പോകാൻ. നടുവിലൂടെ നടന്നു പോകുമ്പോൾ ഈ ലോകത്തിൻ്റെ സകല കാര്യങ്ങളും നിൻ്റെ 2 സൈഡിലും ചിറ പോലെ നിൽക്കുകയും നീ അതിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തൂടെ എന്നെ നോക്കി സഞ്ചരിക്കുകയും വേണം. കണ്ടോ? ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് രണ്ടും 2 വശത്ത് നിൽക്കട്ടെ. നീ അതിൻ്റെ നടുവിലൂടെ എന്ത് ചെയ്യണം? പാപത്തെ ജയിച്ച് മുന്നോട്ട് വരണം. നിന്നെ അതിന് ഉപദേശിക്കാൻ എന്തിന് കഴിയും? ഈ ആത്മാവിന് ശക്തിയുണ്ട്. ആത്മാവ് നിന്നെ അതെന്ത് ചെയ്യും? ഉപദേശം നടത്തും. എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവേലക്കാർ വചനം പറഞ്ഞിട്ടുണ്ട് നല്ല അർത്ഥം, വചനം വായിക്കേണ്ടത് നല്ല അർത്ഥം, നമുക്കെല്ലാം അറിയാന്നുള്ള അർത്ഥം. പാപത്തെ ജയിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യും? സംസാരിക്കും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, മക്കളെ, നിനക്കൊരു സൗന്ദര്യം വേണം. അത് നീ ആഗ്രഹിക്കുന്ന ലോകത്തിൻ്റെ സൗന്ദര്യമല്ല, ക്രിസ്തു ആഗ്രഹിക്കുന്നൊരു സൗന്ദര്യമുണ്ട്. അത് പുറമേ ഉള്ള സൗന്ദര്യമല്ല. പിന്നെ എന്ത് സൗന്ദര്യം? ഇതെല്ലാം നമ്മൾ സഭയിൽ ചിന്തിച്ചിട്ടുള്ളതാണ്. വായിച്ച 4-ാം വാക്യം, 3:4, 1 പത്രോസ് 3:4. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണം. 1 സൗമ്യത, 2 സാവധാനതയുമുള്ള മനസ്സ്.
അടുത്ത് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം. അടുത്ത് അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകും. ഇതൊക്കെ വിശദീകരിച്ചത് ഓർമ്മയുള്ളവരൊന്ന് കര ഉയർത്തിക്കുക. ഇതൊക്കെ ഒരുപാട് ദിവസം പറഞ്ഞു ഓർമ്മയുണ്ട്. ഒരുപാട് ദിവസം ഞാൻ ഇതെന്തെന്നൊക്കെയാണ് മോശയെക്കുറിച്ച് അത് ഇത് സൗമ്യത, മോശയുടെ സൗമ്യത എന്താണ്, എൻ്റെ ദൈവത്തിൻ്റെ സൗമ്യത എന്താണ്, ഓർമ്മയുണ്ടല്ലേ? ഹല്ലേലൂയ. അപ്പോൾ അത് ഒരുപാട് ദിവസം നമ്മൾ ധ്യാനിച്ച വിഷയമാണ്. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സൗന്ദര്യമല്ല, പിന്നെയോ ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവത്താലുള്ളൊരു സൗന്ദര്യം. ഹല്ലേലൂയ. എന്നിലൂടെ സ്വത്രം പാപമില്ലാത്തൊരു സ്വഭാവം. എന്നിലൂടെ കഴിഞ്ഞ നാളുകൾ കോപമുണ്ടായിരുന്നു, ഇപ്പം കോപം വരാത്തൊരു സൗന്ദര്യം. കഴിഞ്ഞ നാളുകൾ എനിക്ക് മറ്റുള്ളവരൊരു പിണക്കം ഉണ്ടായിരുന്നു, ഇപ്പം പിണക്കമില്ലാത്തൊരു സൗന്ദര്യം. കഴിഞ്ഞ നാളുകൾ ആരോട് ക്ഷമിക്കുന്ന സ്വഭാവമില്ലായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ക്ഷമിക്കുന്നൊരു സൗന്ദര്യം. ഇത് ആരുടെ ഉള്ള സൗന്ദര്യം? ക്രിസ്തു യേശുവിൻ്റെ സൗന്ദര്യം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ താഴ്മയുടെ ഒരു സൗന്ദര്യമില്ലായിരുന്നു, പക്ഷേ അഹങ്കാരമായിരുന്നു. എപ്പോഴും ഒരു പൊങ്ങച്ചു, ഒരു അഹങ്കാരം. കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ ഓർമ്മയുണ്ടോ അഹങ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. ഒരു അഹങ്കാരം ചെയ്യുന്ന വ്യക്തിയെ സെക്കൻഡ് സമയങ്ങൾ കൊണ്ട് എവിടെ കൊണ്ടിടാൻ പറ്റും? ദൈവത്തിന് സ്തോത്രം. വനത്തിൽ കൊണ്ടിടാൻ പറ്റും, കാട്ടിൽ കൊണ്ടിടാൻ പറ്റും, മൃഗങ്ങളോട് കൂടെ. ബൈബിളിലുണ്ടോ ഇല്ലേ? നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വചനം കേട്ടോ എല്ലാവരും? ദൈവത്തിന് സ്തോത്രം. അതിന് ദാനിയേലിൻ്റെ പുസ്തകത്തിനകത്തുണ്ട്. ആ വാക്യം എടുത്ത് ദാനിയേലിൻ്റെ പുസ്തകം എടുത്ത് അത് വായിച്ചിരിങ്ങോട്ട് പോരാ. ദാനിയേലിൻ്റെ പുസ്തകത്തിനകത്തുണ്ട് നമ്മുടെ അഹങ്കാരം, നമ്മളുടെ നിഗളം. സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നോക്കുമ്പോൾ ആ നിഗളം പലപ്പോഴും ദൈവം പറയും, മക്കളെ നിഗളിക്കാൻ പാടില്ല, നീ നിഗളിച്ച വീണു പോകും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ മനുഷ്യൻ്റെ നിഗളം മനുഷ്യനെ എവിടെ എത്തിക്കും? കാട്ടിൽ കൊണ്ടെത്തിക്കും. മനുഷ്യനെ എവിടെ കൊണ്ടെത്തിക്കും? കാട്ടിനകത്ത് കൊണ്ടെത്തിക്കും. സ്തോത്രം. കാട്ടിനകത്ത് കൊണ്ട് തള്ളിയിടും. അവിടെ മൃഗങ്ങളെ പോലെ പുല്ല് തീറ്റുന്ന ഒരാളാക്കി മാറ്റിക്കളയും. 6-ാം അധ്യായം ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്തുണ്ട്. വായിച്ചേ. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ എന്റെ പ്രഭാത മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായെന്നാൽ 4:29 മുതൽ അങ്ങോട്ടാണ് വായിച്ചത്. 4:28 മുതൽ 29 മുതൽ അങ്ങോട്ടാണ് ഇപ്പോൾ വായിക്കുന്നത്. അടുത്ത് ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായെന്നാൽ നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്ത് നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. നിഗളിച്ചപ്പോ രാജ്യത്ത് എന്ത് ചെയ്തു? 1 വിട്ട് നീങ്ങി. അടുത്ത് നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. 2 നിഗളം വന്നപ്പോ, ഞാൻ എന്തോ ആണെന്നുള്ളൊരു നിഗളം വന്നപ്പോ മനുഷ്യന്റെ കൂട്ടത്ത് താമസിച്ചവനെ മനുഷ്യന്റെ കൂട്ടത്തിൽ നിന്ന് മാറ്റി. അടുത്ത് നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും. ആരോട് കൂടെ ആയി? കാട്ടിലെ മൃഗങ്ങളോട് കൂടെ. അടുത്ത് നിന്നെ കാളയെ പോലെ പുല്ല് തീറ്റും. അടുത്ത് നിന്നെ ആരെ പോലെ പുല്ല് തീറ്റാൻ പോകുന്നു? കാളയെ പോലെ. കണ്ടോ? മനുഷ്യനെ പോലെ കൊട്ടാരത്തിനകത്തിരുന്ന് രാജാവ് ഭക്ഷിച്ച ഭക്ഷണം നമുക്കറിയാം. കഴിഞ്ഞ ആഴ്ച ഇതെല്ലാം പറഞ്ഞു. പക്ഷേ ഇപ്പൊ എന്ത് തിന്നുന്നു? കൊട്ടാരത്തിനകത്തിരുന്ന രാജാവ് ഇപ്പൊ അവിടെ പുല്ല് തിന്നാൻ. അടുത്ത വരി. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അടുത്ത് അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. അടുത്ത് ഉടൻ തന്നെ ആ വാക്ക് നെബൂഖദ്നേസറിനെ, ഈ പറഞ്ഞു തീരും മുമ്പേ നെബൂഖദ്നേസറിന് ആ വാക്ക് നിവർത്തിയായി. എന്തുകൊണ്ടാണ്? നിഗളം. ദൈവം നമുക്ക് എന്തൊക്കെ തരുമ്പോഴും നിഗളിക്കരുത്, താണോ. ചിലർ ഇപ്പോൾ കേട്ടിട്ടില്ല, മക്കളെക്കുറിച്ച് അങ്ങ് പൊക്കി മണ്ട അങ്ങ് ആകാശം മുട്ടെ. ചിലപ്പോൾ മരുമക്കളെ കുറിച്ച് പൊക്കി എൻ്റെ ഇന്ന മരുമകളാണെങ്കിൽ അങ്ങനെയാണ്, ഇന്ന മരുമോനാണെങ്കിൽ പൊക്കും തോറും പോക്കാണ്. പൊക്കുമ്പോൾ നോക്കിക്കോ, പോക്കാണ്. സ്തോത്രം. അപ്പോൾ നിഗളം തകർത്തുകളെ. നിഗളം. അടുത്തവർ വായിച്ചേ. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും. കണ്ടോ? ടക്കനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ മാറി. രാജാവ് മൃഗത്തെ പോലെ ആയി. അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും തൂവലായി. ശരീരത്തിൽ ഇപ്പോൾ രോമം എന്തായി? തൂവലായി. ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് തൂവലായത്. ഒരാളിൻ്റെ ശരീരത്തിലെ രോമം ഇപ്പോൾ എന്തായി? തൂവല്. നഖം എന്തോന്നായി? പക്ഷികളുടെ. എന്താ കാരണം? അഹങ്കാരം. ഞാൻ എല്ലാം ഞാൻ. കണ്ടോ? ഞാനാണ് ഇതെല്ലാം അങ്ങനെ ഞാൻ ഇങ്ങനെ എല്ലാം ഞാൻ എന്നുള്ള അഹങ്കാരം ദൈവം വീഴ്ത്തി. കണ്ടോ? ഇത് നമ്മളെ അഹങ്കാരം, നമ്മളെ ഞാനെന്നുള്ള നിഗളം. നമ്മൾക്ക് സ്തോത്രം 50 രൂപ കിട്ടിയാൽ 50,000-ൻ്റെ പവർ നമ്മളൊക്കെ കാണിക്കും. വെട്ട് കിട്ടിയാൽ പോക്കാണ്.
50 രൂപ കിട്ടിയ നമ്മൾ പറയുന്ന സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചോ. അല്ല 100 രൂപ കിട്ടിയാൽ പിന്നെ പറയണ്ട. 500 രൂപയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നാൽ 1000 രൂപ കിട്ടിയാൽ 10000 കിട്ടിയാൽ ഞാൻ പറയാം. പിന്നെ ഈ നികളത്തിന് കൈയും കാലും വെച്ച ആളെന്നല്ലേ പറയുന്ന ആൾക്കാർ, അതിൻ്റെ അപ്പുറമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവരെ പിടിച്ചാലൊന്നും പൈസ ആൾക്കാരുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്നും പിടിച്ചാൽ കിട്ടൂല. ദൈവത്തിന് സ്തോത്രം. പിന്നെ വേറൊരു തട്ടിലോട്ട് അവരങ്ങെത്തും. അപ്പോൾ ഇതെല്ലാം ഈ നികളത്തിൽ വരുന്നതാണ്. പക്ഷേ സ്വർഗത്തിൽ ദൈവം പറയുന്നു, ദൈവത്തിന് ഒരു സെക്കൻഡ് പോലും വേണ്ട ഈ നിഗളിക്കുന്നവനെ താഴെ തള്ളിയിടാൻ. ഹല്ലേലൂയ. മറ്റുള്ളവരെക്കാൾ എന്തോ എനിക്കുണ്ടെന്നുള്ള ഒരു അകംഭാവമാണ് നിഗളം. ഈ നിഗളം വന്നാൽ ഒരു സെക്കൻഡ് കൊണ്ട് മൃഗത്തെ പോലെ ആക്കാൻ ആർക്ക് കഴിയും? ഈ നെബൂഖദ്നേസറിന് നിഗളം വന്നു, നിഗളിച്ചു. അടുത്ത വരി. അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നത് വരെ അവൻ കാള എന്ന പോലെ പുല്ല് തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. അടുത്തത്. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി. കണ്ടോ? എന്ന് അവന്റെ നിഗളം പൊട്ടി ദൈവത്തെ കണ്ടോ, അന്ന് ദൈവം തൊട്ടു. കണ്ടോ? അതുവരെ കണ്ണടഞ്ഞിരുന്നു, അതുവരെ മൃഗത്തെ പോലെ ആയിരുന്നു, അതുവരെ തൂവലുണ്ടായിരുന്നു, അതുപോലെ രോമം തൂവലായി മാറി, നഖം പക്ഷിയുടെ നഖമായി മാറി, മൃഗത്തെ പോലെ പുല്ല് തിന്നാൻ തുടങ്ങി. എന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് കണ്ണ് തുറന്നോ, കർത്താവേ ഞാൻ അഹങ്കാരിയാണേ എന്ന് എപ്പോ ആ കർത്താവിൻ്റെ സൗന്ദര്യത്തിന് എതിരായിട്ടുള്ള ആ അഭംഗി, അയാളിലുള്ള അഭംഗി എപ്പോൾ ഏറ്റു പറഞ്ഞോ. സ്തോത്രം. നമ്മൾ ആരെങ്കിലും ഇതുപോലെ ഏറ്റു പറയാറുണ്ടോ? എൻ്റെ സ്വഭാവത്തിന് ഞാൻ ഒളിച്ചു വെച്ചിട്ട് ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണെന്ന് വെച്ചോ, ഞാൻ എൻ്റെ സ്വഭാവം എല്ലാം ഒളിച്ചു വയ്ക്കുകയാണ് എന്ന് വെച്ചോ, എൻ്റെ ദൈവത്തെ മണ്ണിട്ട് മൂടാൻ പറ്റുമോ? പിന്നെ എന്തോന്ന് പറയണം? യാക്കോബ് പ്രാർത്ഥിച്ചു. എന്തോന്നാ പ്രാർത്ഥിച്ചത്? കർത്താവേ, എൻ്റെ പേര് ചതിയൻ എന്നാണ്, ഞാൻ കള്ളനാണപ്പാ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് എനിക്ക് തുടങ്ങിയതാണ് ഈ ചതി, ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല ചതി. എൻ്റെ ജ്യേഷ്ഠൻ താഴോട്ട് ആദ്യം എൻ്റെ അമ്മ പ്രസവിക്കാൻ നിന്നപ്പോൾ ആ വയറ്റിനകത്ത് കിടന്ന് അവൻ്റെ കാലിനെ പിടിച്ച് കുതികാലി വെട്ടിയവനാണ് ദൈവമേ ഞാൻ എന്ന് പറഞ്ഞ് എവിടെ കിടന്ന് കരഞ്ഞു? എവിടെ കിടന്ന് കരഞ്ഞു? യാക്കോബ് പറഞ്ഞു, കർത്താവേ, എന്നെപ്പോലെ ചതിയെ ഒറ്റ മനുഷ്യനില്ലപ്പാ, ആ വയറ്റിൽ വെച്ച് തന്നെ ഞാൻ ചതിക്കാൻ തുടങ്ങി, അവൻ്റെ കുതികാല് വെട്ടി, രണ്ടാമത് അവൻ ഞാനും അവനും പുറത്തു വന്നു. അന്ന് മുതലേ ഇവനെ വെട്ടി പായസം കൊടുത്ത് അതും വെട്ടിച്ച് അവനെ എവിടെയൊക്കെ എനിക്ക് വെട്ടിക്കാൻ പറ്റുമോ, ഇങ്ങനത്തെ ചതിയൻ ഈ ഭൂമിയിലില്ല അപ്പാ എന്ന് യാക്കോബ് ഈ പറഞ്ഞ കാര്യം ഇതാണ്. ദൈവമേ, ഞാൻ ചതിയനാണേ, ഈ സ്വഭാവത്തിനെ മാറ്റി എന്നെ ഒരു പുതിയ പേരിടാതെ ഞാൻ പോകൂല കർത്താവേ, ഈ ചതി ഞാൻ എവിടെ ഓടിയിട്ട് എന്നിരുന്ന് മാറുന്നില്ല കർത്താവേ, ഇതാ എൻ്റെ ഇന്നടുത്ത് ഇത്ര വർഷമല്ല ഞാൻ അവിടെ പോയി താമസിച്ചെങ്കിലും എൻ്റെ ചതി എന്ന് പറയുന്ന സ്വഭാവം ഇന്ന് വരെയും പോയിട്ടില്ല അപ്പാ, എൻ്റെ പേരേ ചതിയനെന്നാണ് ദൈവമേ, എന്നമ്മ പേര് മാറ്റാ. ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? ഇല്ല. നമ്മളിൽ ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരാളെങ്കിലും ഉണ്ട്, കർത്താവേ, ഞാൻ കള്ളിയാണപ്പാ, ഞാൻ കള്ളം പറഞ്ഞു, ഞാൻ അവിടെ ജയിക്കാൻ ഞാൻ കള്ളിയായി കള്ളം പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പറയില്ല. അടുത്ത് നോക്കിക്കോ. സ്തോത്രം. കർത്താവേ, ഞാൻ മോഷ്ടിച്ചു അപ്പാ, ആരും അറിയാതെ അവിടെ നിന്ന് മോഷ്ടിച്ചു കർത്താവേ, ഞാൻ മോഷ്ടിച്ചു ദൈവമേ, ഇല്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞപ്പാ യേശുവേ, ഞാൻ അവിടെ പൊങ്ങച്ച കാണിച്ച് ഞാൻ പൊങ്ങച്ചക്കാരിയാണ്, ഞാൻ നിഗളിയാണ്, ഞാൻ മറ്റാളിനേക്കാൾ എന്തോ വലിപ്പമുണ്ടെന്ന് ഞാൻ ചിന്തിച്ചപ്പാ, എനിക്ക് അസൂയുണ്ടെന്ന് ഞാൻ ചിന്തിച്ചു, ഞാൻ അസൂയുള്ള സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മളെന്തെന്നാ പറയുന്നത്? കർത്താവേ, അപ്പുറത്തിരുന്ന് അവനെ ഭയങ്കര അസൂയ ഉണ്ടായിരുന്നു, എനിക്ക് അസൂയ ഒട്ടും ഇല്ലായിരുന്നു, അതുകൊണ്ട് എന്നെ നീ കണ്ണു നോക്കി ഒന്ന് നോക്കി രക്ഷിക്കണേ. ഇതാണ് നമ്മളെ പ്രാർത്ഥന. പക്ഷേ ദൈവം പറയുന്ന നിൻ്റെ എല്ലാ സ്വഭാവവും നീ എത്ര ഒളിച്ചാലും എനിക്കറിയാം, ഞാൻ നോക്കുമ്പോൾ നിൻ്റെ ഭംഗിയുടെ കുറവ് നിൻ്റെ സ്വഭാവ ദൂഷ്യമാണ്. ഈ സ്വഭാവ ദൂഷ്യം നീ ഉള്ളതുപോലെ കർത്താവേ, എൻ്റെ കണ്ണ് ശരിയല്ലപ്പാ, എൻ്റെ കണ്ണുണ്ടല്ലോ പന്ന കാര്യമേ കാണുമെന്ന്, കർത്താവേ, ഞാൻ വ്യഭിചാരിണിയാണേ എന്ന് എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. കർത്താവേ, ഞാൻ കള്ളിയാണേ, കർത്താവേ, ഞാൻ ആള് മാറാട്ടം നടത്തുന്ന ആള് മാറിപ്പോവും അഭിനയിച്ച് നടക്കുന്ന ആളാണ്, കർത്താവെ വേഷം കെട്ടുന്ന ആളാണ്. പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കർത്താവെ വേഷം കർത്താവെ, മറ്റൊരാൾ എന്നെ പൊക്കി പറയുമ്പോൾ എനിക്ക് സന്തോഷം വരുന്ന ഒരാളാണേ പറഞ്ഞിട്ടുണ്ടോ? എവിടെ പറയാം? ഇതൊക്കെ കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എവിടെ പറയാം? 10 ഒന്ന് പറഞ്ഞ് മാർക്കിട്ട് നമ്മളിതിൽ കുറച്ച് ഒരു പടി കൂടെ ഇതിൻ്റെ പുറത്ത് കയറി നിൽക്കാൻ നമ്മൾ വിചാരിക്കുന്നു. പിന്നെ എങ്ങനെ ഇനിയിപ്പോൾ പറയാൻ ഇല്ല. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ വാക്ക് പാലിക്കാത്ത ആളാണേ, ഞാൻ പറ്റിക്കുന്ന ആളാണ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറ്റിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കർത്താവേ, ഞാൻ പറ്റിപ്പ് കേസാണേ ദൈവമേ, ഒരു രക്ഷയില്ലപ്പാ, എന്നെ ആരെങ്കിലും അറിഞ്ഞാൽ വെട്ടി നുറുക്കി പീസാക്കിയ പോലും തീരുന്ന പാവമല്ല എന്നിലുള്ളത് കർത്താവേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
പ്രാർത്ഥിക്കും. നമ്മളിതൊന്നും പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? പുറമെ ഉള്ളത് മാത്രം. സ്തോത്രം. ദൈവം പറയും, മക്കളെ നിൻ്റെ ഭംഗിക്കുറവ് ഇതാണ്, ഉള്ളതുപോലെ എന്നോട് നീ ഏറ്റു പറഞ്ഞാൽ നിൻ്റെ ഭംഗിക്കുറവിനെ ഞാൻ മാറ്റി എൻ്റെ ഭംഗിയെ ഞാൻ നിനക്ക് തരും. നിൻ്റെ ജീവിതത്തിനകത്ത് നിനക്ക് ജയിക്കാൻ പറ്റാതെ ആ ഭംഗിയായി കിടക്കും. നീ വിചാരിക്കുന്നു പുറത്തൂടെ ഒരു മേക്കപ്പ് ഇട്ട് പുറത്തൂടെ ഭംഗിയുള്ള ഡ്രസ്സ് ധരിച്ചാൽ ലോകം നിന്നെ പറയും കൊള്ളാമെന്ന് പറയും, നിൻ്റെ വണ്ടി കൊള്ളാമെന്ന് പറയും, നിൻ്റെ ഡ്രസ്സ് കൊള്ളാമെന്ന് പറയും, നിൻ്റെ പ്രസംഗം കൊള്ളാമെന്ന് പറയും, നിൻ്റെ പ്രാർത്ഥന കൊള്ളാമെന്ന് പറയും, നീ പറയുന്ന അന്യഭാഷ കൊള്ളാമെന്ന് പറയും, നീ പാടുന്ന പാട്ട് കൊള്ളാമെന്ന് പറയും, പാടാൻ നിനക്ക് നല്ല വശമാണെന്ന് പറയും, നീ ഇത് പലതും ചെയ്യുമ്പോൾ ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പറയും. പക്ഷേ എനിക്കിഷ്ടപ്പെടത്തില്ല. കാരണം എൻ്റെ കർത്താവ് നോക്കുമ്പോൾ എൻ്റെ അകത്ത് കർത്താവ് ആഗ്രഹിക്കുന്നൊരു ഭംഗിയല്ല, കർത്താവ് ആഗ്രഹിക്കുന്നൊരു സൗന്ദര്യമേ ഇല്ല. എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. താഴ്മയുടെ സൗന്ദര്യമില്ല, സൗമ്യതയുടെ സൗന്ദര്യമില്ല, ദീർഘക്ഷമയുടെ സൗന്ദര്യമില്ല. സ്തോത്ര. ഹല്ലേലൂയ. വിനയത്തിൻ്റെ സൗമ്യതയില്ല, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുന്ന സൗമ്യതയില്ല, ഉള്ളതുപോലെ ദൈവത്തോട് പറയുന്ന ഒരു സൗമ്യതയില്ല, അപ്പൻ്റെ പുറകെ നടക്കുന്ന ഒരു സൗമ്യതയില്ല, ആദ്യത്തെ സ്നേഹമില്ല, എല്ലാം പോയി. ഇപ്പൊ ജാരന്മാർ അന്വേഷിച്ച് നടക്കുന്ന ഒരാളായി. എൻ്റെ കർത്താവ് പറയുന്ന, മക്കളെ അന്ന് നീ എത്ര സൗന്ദര്യമുള്ളവളായിരുന്നു, എൻ്റെ പുറകെ നടന്നൊരു കാലഘട്ടം. ഈ ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും നീ എൻ്റെ ഭംഗിക്ക് വേണ്ടി, സൗന്ദര്യത്തിന് വേണ്ടി, എൻ്റെ ആത്മാവിലുള്ള ബലം നീ പ്രാപിച്ച് മുന്നോട്ട് പോകാൻ എത്രമാത്രം ആഗ്രഹിച്ച ഒരു കാലഘട്ടം. പക്ഷേ ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇരുകരവും നീട്ടി യേശു നിന്ന് വിളിക്കുകയാണ്, മോനെ ഞാനിതാ നിൻ്റെ അടുക്കലേക്ക് ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു, നിന്നെ ഞാൻ ചേർത്ത് പിടിക്കാൻ ഒരുക്കമാണ്, നിനക്ക് ഓടി എൻ്റെ അടുക്കൽ വരാൻ ഇഷ്ടമുണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതല്, ലോകം ആഗ്രഹിക്കുന്ന സൗന്ദര്യമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന സൗന്ദര്യം സ്വഭാവ ശുദ്ധീകരണമാണ്, നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന മാറ്റമാണ്. ആ സൗന്ദര്യം മറ്റുള്ളവർ കാണട്ടെ. ആ സംസാരത്തിൻ്റെ സൗന്ദര്യം, ആ നോട്ടത്തിൻ്റെ സൗന്ദര്യം, ആ ഇടപെടലിൻ്റെ സൗന്ദര്യം, ആ കൊടുക്കൽ വാങ്ങലിൻ്റെ സൗന്ദര്യം, ആ യാത്രയുടെ സൗന്ദര്യം. ഹല്ലേലൂയ. നമ്മൾ പോകുമ്പോൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അവർക്കൊരു സമാധാനത്തിൻ്റെ സൗന്ദര്യം, തണുപ്പിൻ്റെ ഒരു സൗന്ദര്യം, ആശ്വാസത്തിൻ്റെ സൗന്ദര്യം, ക്ഷമിക്കുന്ന പോട്ടെ എന്ന് പറയുന്ന ഒരു സൗന്ദര്യം. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും സ്തോത്രം അവരോട് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സൗന്ദര്യം, പക വെച്ചുകൊണ്ടിരിക്കാത്തൊരു സൗന്ദര്യം, വിരോധം ഇല്ലാത്തൊരു സൗന്ദര്യം, പിണക്കമില്ലാത്തൊരു സൗന്ദര്യം, മറ്റുള്ള ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ഒരു സൗന്ദര്യം, ഒരു ചെകിടത്ത് അടിക്കുമ്പോൾ മറുചെകിട് കാണിച്ചു കൊടുക്കുന്ന ഒരു സൗന്ദര്യം. സ്തോത്ര. പാപികളെ കാണുമ്പോൾ വേർതിരിക്കാത്തൊരു സൗന്ദര്യം, രണ്ടു പക്ഷം കാണിക്കാത്തൊരു സൗന്ദര്യം, വിരോധം വിദ്വേഷമില്ലാത്തൊരു സൗന്ദര്യം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഈ ഒരു സൗന്ദര്യമാണ് ദൈവം ആകർഷിക്കുന്ന സൗന്ദര്യം. പക്ഷേ ദൈവം ആകർഷിക്കുന്ന സൗന്ദര്യമാണോ ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ദൈവം ആഗ്രഹിക്കുന്ന സൗന്ദര്യം ആഗ്രഹിക്കുന്നവരോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് വേഗത്തിൽ ഞാൻ പോട്ടെ. 3-4 ഒന്നുകൂടെ വായിച്ചേ. പത്രോസ് അപ്പോസ്തലൻ്റെ സ്തോത്ര ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-4 ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ. യേശു ഭയങ്കര സാവധാനമുള്ള ആളായിരുന്നു. ആര്? ഒരു വരി പറഞ്ഞപ്പോൾ യേശു ഭയങ്കര സാവധാനതയുള്ള ആളായിരുന്നു. ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെ ഇത്രയും സാവധാനത യേശുവിന്. സ്വത്രം. ഒരു വാക്ക് പറയാൻ യേശുവിന് ഭയങ്കര സാവധാനമായിരുന്നു. ആ സഹോദരി എല്ലാവരും കൂടെ കല്ലെറിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ യേശു ഒന്ന് കമന്നിരുന്ന് എന്തോ ചെയ്യുക? എഴുതിക്കൊണ്ടിരിക്കുക. ഈ എഴുത്തിൻ്റെ ഇടയ്ക്ക് പിതാവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക, എന്ത് പറയുമെന്ന്. സാവധാനമായിട്ട് മൗനമായിട്ട് അരിയുന്നു യേശു വരുന്നു. അപ്പോൾ പറഞ്ഞു, എടാ ദൈവം എന്തെന്ന് പറഞ്ഞെന്നറിയാമോ? ഞാൻ ചിന്തിക്കുന്നതാണ്, ബൈബിളിലില്ല. സിസ്റ്ററെ ബൈബിളിൽ എവിടെ കിടക്കുമെന്ന് കാണിച്ചു തരാൻ പറയല്ലേ. നോക്കിയേ, ഞാൻ ചിന്തിക്കുകയാണ്. ദൈവം പറഞ്ഞാണ്, മോനെ ഈ ഭൂമിയിൽ സ്തോത്രം ഒരു പാവമില്ലാത്ത നീ മാത്രമേ ഉള്ളടാ. 2, അവർക്കാർക്കും അവളെ അറിയാൻ പറ്റത്തില്ല. എന്നാൽ മുഴുവൻ സൗന്ദര്യമുള്ള നിനക്കും. എങ്ങനെ മുഴുവൻ സൗന്ദര്യ പാത്രം നിറഞ്ഞൊഴുകൊണ്ടിരിക്കുക സൗന്ദര്യം. ആരുടെ? പീലാത്തോസിൻ്റെ കൽത്തളം മുതൽ ഗോൽഗൊത്ത വരെ നിറഞ്ഞൊഴുകൊണ്ടിരുന്നു സൗന്ദര്യം. 30-ാം വയസ്സിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ സൗന്ദര്യം എവിടെ പോയാലും. ഏത് സൗന്ദര്യം? ദൈവം ആഗ്രഹിക്കുന്ന സൗന്ദര്യം യേശുവിലൂടെ ഒഴുകി. ഈ സൗന്ദര്യം ആരിൽ വരണം? ജീസസ്. സൗന്ദര്യം ഒഴുകിക്കൊണ്ടിരുന്നു. ശുശ്രൂഷിച്ചപ്പോൾ സൗന്ദര്യം, പിശാചിനോട് എതിർത്തപ്പോൾ സൗന്ദര്യം. ഹല്ലേലൂയ. യേശുവിനെ തല കീഴായി താഴെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയപ്പോൾ സൗന്ദര്യം. കർത്താവിൽ സൗന്ദര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോക്കിയേ, സ്വത്രം. എല്ലാവരും കൂടെ കല്ലെറിഞ്ഞു കൊണ്ടിരുമ്പോൾ യേശു സാവധാനമുള്ള ആളാ, മിണ്ടാതിരുന്നു, അനക്കമില്ലാതിരുന്നു. കുറച്ച് നേരം അനക്കമില്ല, മൗനം പാലിച്ചു. അവിടെ മൗനം പാലിപ്പിച്ചപ്പോൾ ദൈവം കുറേ കാര്യം സംസാരിച്ചു. കേട്ടതെല്ലാം മനസ്സിലാക്കിയിട്ട് കർത്താവ് നോക്കി അവിടെ. അപ്പോൾ യേശു ചോദിച്ചു, നിനക്കാരും കുറ്റം വിധിച്ചില്ലേ? എല്ലാ എണ്ണം പോയി, ഒറ്റ എണ്ണം അവിടെ കല്ലും ദൂരെ എറിഞ്ഞിട്ട്
അവരങ്ങ് പോയി. എന്നാൽ ഈ എല്ലാം അവിടെ മുട്ടുമടക്കണ്ടേ? അതും ചെയ്തില്ല. കർത്താവെ അങ്ങ് പറഞ്ഞു ശരി. അതിന് സ്വത്രം കണ്ടോ, മുട്ടുമടക്കിയില്ല. കുറവുകളെല്ലാം അറിഞ്ഞു. നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ. അപ്പം മനസ്സിലായി ഞങ്ങളെല്ലാവരും ആരാണ്. പക്ഷെ കീഴടങ്ങാനുള്ള മനസ്സുണ്ടോ? ആരാ പറഞ്ഞു നോക്കിയേ? ആരടുക്കൽ നിന്ന് ഇവർ കല്ലെറിഞ്ഞിട്ട് പോയ, കല്ലങ്ങ് ദൂരെ കളഞ്ഞിട്ട് പോയ നോക്കിയേ? ഈ പാപം ക്ഷമിക്കാൻ അധികാരമുള്ളവൻ്റെ അടുക്കല. എന്നിട്ടും ഈ അധികാരമുള്ളവനോട് കർത്താവെ അങ്ങ് പറഞ്ഞ ശരിയാണപ്പാ, ഇനി ഈ കല്ല് എടുക്കണ്ടപ്പാ, എനിക്ക് അങ്ങ് മതി എന്ന് പറഞ്ഞ് അവിടെ വീഴേണ്ട സ്ഥാനത്ത് പാപക്ഷമ പ്രാപിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകേണ്ടവർ കുറ്റബോധത്തോടെ എന്ത് ചെയ്തു? ഇവിടെ സന്തോഷിച്ചല്ലേ പോകണ്ടേ? പക്ഷേ യേശുവിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ പോയി? കുറ്റബോധത്തോടെ തിരിച്ചു പോയി. പക്ഷേ യേശു മിണ്ടാതിരിക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ, അത്രയും സമയം എടുത്തു. നമ്മളാണെങ്കിലോ പറഞ്ഞ് തീരുമ്പോൾ അടുത്ത് നമ്മൾ പറഞ്ഞിരിക്കും. നമ്മളെ സാവധാനം ഇത്രയേ ഉള്ളൂ. ചിലർ പറയുന്നത് അങ്ങോട്ട് തിരിച്ച് പറയാൻ വിടുന്നില്ല. കേട്ടിട്ടില്ല നിങ്ങളാരും കേട്ടില്ല? ചിലർ പറയും അയ്യോ തിരിച്ചു പറയാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് പറയുന്ന മാത്രം കേട്ടോണ്ടിരുന്നോളണം, വെച്ചോളണം. തിരിച്ചൊന്നും പറയാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടുകയില്ല. പക്ഷേ യേശു അങ്ങനെയല്ലായിരുന്നു. യേശു കണ്ടോ, ഭംഗി കണ്ടോ? ഈ ഭംഗി ആരിലും വരണം? എന്നിലും നിങ്ങളിലും ക്ഷമയോടെ കേട്ടോണ്ടിരിക്കാൻ, ഈ ദൈവശബ്ദം കേൾക്കാനുള്ള സൗന്ദര്യം, ആ ക്ഷമ. എന്ത് ചെയ്യും? നീ രക്താംബരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും നിന്റെ കണ്ണിൽ മഷി എഴുതിയാലും വ്യർത്ഥമായി നിനക്ക് സൗന്ദര്യം വരുത്തുന്നു. നിന്റെ ജാരന്മാർ നിന്നെ നിരസിച്ച് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. വായിച്ചേ. ഇങ്ങനെ ശൂന്യമായി പോകുമ്പോൾ നീ എന്ത് ചെയ്യും? നീ രക്താംബരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും നിന്റെ കണ്ണിൽ മഷി എഴുതിയാലും വ്യർത്ഥമായി നിനക്ക് സൗന്ദര്യം വരുത്തുന്നു. അപ്പൊ ഈ സൗന്ദര്യമല്ല ദൈവം ആഗ്രഹിക്കുന്ന സൗന്ദര്യം. രണ്ട് മനസ്സിലാവുന്നുണ്ടോ? ഈ സൗന്ദര്യം ലോകത്തിന്റെ സൗന്ദര്യമാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവം എൻ്റെ അകത്ത് നിറഞ്ഞ്, എൻ്റെ ജഡത്തിൻ്റെ മനുഷ്യൻ ജഡപ്രവർത്തികൾ മരിച്ച് ഓരോ സെക്കൻഡ് ദൈവമാണെങ്കിൽ യേശുവാണെങ്കിൽ എങ്ങനെ ജീവിക്കും, എങ്ങനെ സംസാരിക്കും? ആ ഒരു സൗന്ദര്യം എൻ്റെ നിങ്ങളുടെ അകത്ത് വരണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. തീത്തോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ 2:3 മുതൽ 15 വരെ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, വൃദ്ധമാരും അങ്ങനെ തന്നെ, നടപ്പിൽ പാതിവൃത്തി യോഗ്യന്മാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും ദൈവവചനം ദൂഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണമെന്നും പ്രബോധിപ്പിക്കുന്നു. യൗവനക്കാരികളും സുബോധമുള്ളവരായിരിക്കാൻ. കണ്ടോ, ഭംഗി, സുബോധം, ഭംഗിയാണത്. ദൈവത്തിന് സ്തോത്രം. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിനും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയായി കാണിക്കുക. വായിച്ചേ. ആ വൃദ്ധന്മാരും നടപ്പിൽ പവിത്ര യോഗ്യന്മാരും യേശുവിന് പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണം എന്ന് ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യവും ഉള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർ കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്ന് പ്രബോധിപ്പിക്കുക. അതുകൊണ്ട് യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുക. വിരോധമായി നമ്മെ കൊണ്ട് സുബോധം വേണം. നമ്മൾ എവിടെ പോയാലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ എന്ത് വേണം? ഞാൻ ആരാണെന്നുള്ളൊരു സുബോധം, കുടുംബജീവിതത്തിനകത്ത് ഞാൻ ആരാണെന്നുള്ള സുബോധം, ദേശത്തിൽ ഞാൻ ആരാണെന്നുള്ള സുബോധം, സഭയ്ക്കകത്ത് ഞാൻ ആരാണെന്നുള്ള സുബോധം, രാത്രിയും പകലും ഞാൻ ആരാണെന്നുള്ള സുബോധം എനിക്ക് വേണം. ഇത് നഷ്ടപ്പെട്ടാൽ പോയി. ഇതൊരു സൗന്ദര്യമാണ്. ഇത് ആരിലുള്ള സൗന്ദര്യം? യേശുവിലുള്ള സൗന്ദര്യം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കതൊന്നും നോക്കേണ്ട കാര്യമൊന്നും ഇല്ല. ദൈവം നമ്മളെ വിളിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവം നടത്താൻ ആരാ? വിശ്വസ്തനാ. പക്ഷേ ഈ ലോകത്തിൻ്റെ സൗന്ദര്യം എല്ലാം തീർന്നു. നോക്കല്ല, അതൊന്നും ചിന്തിക്കുകയും വേണ്ട. നമ്മളെ കർത്താവിനെ എങ്ങനെ നമുക്ക് പ്രസാദിപ്പിക്കാം? മനുഷ്യനെ നോക്കണ്ടേ? നമുക്ക് ജീവിക്കാൻ കാറ്റടിക്കുന്ന ഭാഗത്തൊന്നും നമുക്ക് വേലിയെട്ടാനൊന്നും പറ്റത്തില്ല. അവർ സംസാരിക്കും പോലൊന്നും നമുക്ക് സംസാരിക്കാനും പറ്റത്തില്ല. ഇതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ നോക്കേണ്ട ആരെ മാത്രം നോക്കണം? യേശു ക്രിസ്തുവിനെ മാത്രം നോക്കണം. ഹാലലൂയ. കർത്താവിനെ മാത്രം നോക്കി കർത്താവിൻ്റെ മഹത്വമായിട്ട് മാത്രം മാറുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു ആഗ്രഹിക്കുന്നൊരു സൗന്ദര്യം എൻ്റെയും നിങ്ങളുടെ അകത്ത് വരുവാൻ പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ യിരെമ്യാവിൻ്റെ പുസ്തകം 2:2 പറയുന്നു, നീ യൗവനകാലത്തിലെ ഭക്തി, യൗവനകാലത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ ഇന്ന് ഇതിനകത്ത് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അതേ കർത്താവേ, അങ്ങ് എത്ര വലിയവനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പലപ്പോഴും ഞാൻ വിട്ടുപോയി. അപ്പാ, ഇതാ ഞാൻ മടങ്ങി വരുന്നെന്ന് പറയാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സ്തോത്രം. ദൈവത്തിന് മഹത്വം. നമ്മൾ ആരാധിക്കുന്ന കർത്താവ് എത്രയോ ശ്രേഷ്ഠനാണ്, എത്രയോ ഉന്നതനാണ്, എത്രയോ സർവശക്തനാണ്. ആ ദൈവം എത്ര വലിയവനാണ്. ഓ സ്തോത്ര, ഹല്ലേലൂയ. യേശുവിൻ്റെ കരങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും. വെളിപ്പാട് പുസ്തകം 1-5-6 വാക്യം വായിക്കുമ്പോൾ ആ കർത്താവിനെ കുറിച്ച്
കൊടുത്തിരിക്കുന്നത്. വായിച്ചേ, ആ കർത്താവ് എത്ര വലിയവൻ. ഹല്ലേലൂയ. ആ കണ്ണ് നമ്മുടെ മേലുണ്ട്, ആ യേശുവിൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്. യേശു നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ കർത്താവ് എത്ര വലിയവനാണ്. ആ കർത്താവിൻ്റെ സൗന്ദര്യം ഒന്ന് കാണാൻ, ആ സൗന്ദര്യം പ്രാപിക്കാൻ, ആ കർത്താവിനെ ഒന്ന് നിറയുവാൻ, കർത്താവിൻ്റെ സ്വഭാവത്താൽ നിറയുവാൻ, ഒരു ജീവിത ശുദ്ധീകരണം വരുവാൻ. ഓ സ്തോത്രം. ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? മനുഷ്യൻ പ്രസാദിച്ചോന്നല്ല, ദൈവം എന്നിൽ പ്രസാദിച്ചോ, എൻ്റെ ആൾക്കാർ ബന്ധുക്കൾ പ്രസാദിച്ചോന്നല്ല, എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതം ഇഷ്ടമായോ. ആരൊക്കെ എന്തൊക്കെ പറയട്ടെ, നമ്മൾ അതിലൊന്നും പോകണ്ട. പിന്നെയോ പഴയ സ്നേഹം, ആദ്യ സ്നേഹം, ആ പറന്ന് നടന്ന ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട പാവത്തെ ഒരു പാവം പോലും വരാതിരിക്കാൻ, ഓ സ്തോത്രം, ദാഹിച്ച ഒരു സമയം, ആനന്ദിച്ച ഒരു സമയം, ആ ക്രിസ്തുവിലാൽ നിറഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു സമയം. അപ്പാ അയക്കണമേ, അടിയൻ പോകാം. എവിടെ പോകണപ്പാ? പോകാൻ ഞാൻ ഒരുക്കമാണ്. അപ്പന് വേണ്ടി എന്ത് ചെയ്യാൻ ഒരുക്കമാണ്. ഇതാ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നെന്ന് പറഞ്ഞൊരു സമയമുണ്ടല്ലേ. ഹല്ലേലൂയ. മറ്റെല്ലാത്തിനേക്കാളും എൻ്റെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തൊരു സമയമാണ്. എന്തിനേക്കാളും എൻ്റെ ദൈവത്തിന് വില കൊടുത്ത സമയമാണ്. വചനം അനുസരിക്കാൻ ദാഹിച്ച സമയമാണ്. ആ വചനത്തിൻ്റെ പുറകെ ഓടിയ സമയമാണ്. വചനം കേൾക്കുമ്പോൾ കണ്ണീരോടെ മുമ്പിൽ ഇരുന്ന സമയമാണ്. അയ്യോ, അഭിഷേകത്തിൽ നിറയാൻ ദാഹിച്ച സമയമാണ്. ക്രിസ്തുവിനെ പോലെ ഒന്നായെങ്കിലെന്ന് ദാഹിച്ചൊരു അന്തരീക്ഷം. ഇന്ന് ഇതിനകത്ത് ചോദിക്കുന്നു, മക്കളെ, അന്നത്തെ പോലെ ഒന്ന് വരാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? വെളിപ്പാട് പുസ്തകം 1-5-6 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകം പറയുന്നത് വായിച്ചേ. വിശ്വസ്തനും ആത്മാക്കളുടെ പക്കൽ നിന്ന് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ കൃപയും സമാധാനം ഉണ്ടാകട്ടെ. കൃപ ഉണ്ടാകുന്ന യേശുവിൽ നിന്നാണ്, സമാധാനം ഉണ്ടാകുന്ന യേശുവിൽ നിന്നാണ്. ഈ യേശു ആരാണെന്നറിയാമോ? ആത്മാക്കളുടെ പക്കൽ നിന്ന് വിശ്വസ്ത സാക്ഷിയാണ്, മരിച്ചവരിൽ ആദ്യജാതനാണ്, ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ കൃപയാണ് ഇന്ന് നമുക്ക് ആവശ്യം. ഓ, എന്തിനു വേണ്ടി? ആ ആദ്യ സ്നേഹത്തിലേക്ക് വരാൻ. അപ്പാ, ഈ ലോകത്തെ ഞാൻ നോക്കുന്നില്ല, ലോകത്തിൻ്റെ സൗന്ദര്യം ഒഴിഞ്ഞു പോകും. അതെ, ക്രിസ്തുവിലുള്ള സൗന്ദര്യം ഞങ്ങൾക്ക് വേണം. ആരൊക്കെ പറയും, കർത്താവേ ഹല്ലേലൂയ, ഈ ലോകത്തിൽ എന്ത് കണ്ടാലും എൻ്റെ കണ്ണുകൾ മഞ്ഞളിക്കല്ലേ, ഈ ലോകത്തിലുള്ള എന്ത് കേട്ടാലും എൻ്റെ കണ്ണുകൾക്ക് ആനന്ദം വരല്ലേ, എൻ്റെ കാതുകൾക്ക് ആനന്ദം വരല്ലേ. എനിക്ക് ആ ശബ്ദത്തിലേക്ക് പോകരുതപ്പാ, എൻ്റെ യേശുവിലുള്ളതിൽ മാത്രം മുൻതൂക്കം കൊടുക്കുവാൻ. അപ്പം അന്നത്തെ ഒരു ജീവിത, യൗവനത്തിലെ ഒരു ഭക്തി, യൗവനത്തിലെ ഒരു ആരാധന. ഓ ദൈവത്തിന് സ്തോത്രം. ഒരു തെറ്റ് ചെയ്താൽ കരയുന്ന ഒരു അനുഭവം, എൻ്റെ ഹൃദയം പൊട്ടുന്ന ഒരു അനുഭവം, അതെനിക്ക് മടങ്ങി വരണം കർത്താവേ. അന്ന് അപ്പനെ ഇഷ്ടപ്പെട്ടൊരു സമയം, വചനം ദാഹത്തോടെ വായിച്ച സമയം, ആരാധിച്ച സമയം, പ്രാർത്ഥന ഉപവാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിയ ഒരു സമയം ഉണ്ടായിരുന്നപ്പാ. ഇതാ ഇന്ന് ഈ പകൽക്കാലം ഞാനിതാ മടങ്ങി വരുന്നു, ആരംഭ സ്നേഹത്തിനായി മടങ്ങി വരുന്നു കർത്താവേന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്. 6-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാവം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരാക്കി തീർത്തവനുമായവന് എന്നേക്ക് മഹത്വവും ബലവും. ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചു വരും, അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ ആമേൻ. ഓഹ്, അടുത്ത വാക്യം, ഞാൻ അൽഫയും ഓമേഗയുമാകുന്നു എന്നിരുന്നവൻ ഇരിക്കുന്നവന് വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, നമ്മുടെ കർത്താവ് ആര്? ആ കർത്താവ് ആഗ്രഹിക്കുന്നത് വേറെ ഒന്നുമല്ല, ക്രിസ്തു യേശുവിൻ്റെ സൗന്ദര്യമാണ് ആഗ്രഹിക്കുന്നത്. ഉത്തമഗീതം പുസ്തകം വായിക്കുമ്പോൾ 5-ാം അധ്യായം അതിൻ്റെ 10-ാം വചനം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, 5-ന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുള്ളവൻ. ആ വെണ്മയും ചുവപ്പുള്ള ഒരു കർത്താവ്, ആ സൗന്ദര്യം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്. കർത്താവ് വെണ്മയുള്ള, പാവമില്ലാത്ത, ഒരു കളങ്കവുമില്ലാത്ത കർത്താവ്, എനിക്ക് ആ സൗന്ദര്യം വരണം. കണ്ടോ, വെണ്മയും ചുവപ്പും ഉള്ളവൻ. അടുത്ത് 10,000 പേരിൽ അതിശ്രേഷ്ഠ. കണ്ടോ, എന്ന് പറഞ്ഞാൽ ഈ യേശുവിനെ പോലെ ശ്രേഷ്ഠൻ ആരുമില്ല. അപ്പച്ചാ, എനിക്ക് അതുപോലെ ആകണമെന്നല്ല, എൻ്റെ യേശുവിൻ്റെ സൗന്ദര്യം എനിക്ക് തരണേ. എന്നെ എല്ലാവരെക്കാളും വലുതാക്കണമെന്നല്ലപ്പാ, എൻ്റെ അപ്പൻ്റെ സൗന്ദര്യം എനിക്ക് വേണമപ്പാ, എൻ്റെ കർത്താവിൻ്റെ കൃപ എനിക്ക് വേണം. ആരൊക്കെ പറയും കൃപയും സമാധാനം തരുന്ന ദൈവമാണെന്ന് നേരത്തെ ധ്യാനിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, അപ്പച്ചാ, അങ്ങയുടെ കൃപ എനിക്ക് വേണം. വായിച്ചേ. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുള്ളവൻ. ഓ, എൻ്റെ പ്രിയൻ ആരാണ്? വെണ്മയും ചുവപ്പും ഉള്ളവൻ. 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. അടുത്ത് അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം. അതിവിശേഷമായ തങ്കം. അടുത്ത് അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. അടുത്ത് അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. അടുത്ത് അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. അടുത്ത് അവന്റെ കവിൾ സസ്യങ്ങളുടെ തടവും നറുതൈകളുടെ ഭാരവും. അവന്റെ അതരം താമരപ്പൂ പോലെ ഇരിക്കുന്നു, അത് തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. അവന്റെ ഉദരം നീലരത്നം പതിച്ച
ദന്ത നിർമ്മിതം, അവന്റെ തുട തങ്ക ചുവട്ടിൽ നിർത്തിയ വെൺകൽത്തൂൺ, അടുത്ത് അവന്റെ രൂപം ലെബാനോനെ പോലെ ദേവദാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു. ഇത് ആ സഹോദരി പറയുക, എവിടെ നിന്നുകൊണ്ട് പറഞ്ഞതാ? കൊട്ടാരത്തിനകത്ത് നിന്നുകൊണ്ട് പറയുകയാണ്. എൻ്റെ പ്രിയൻ ആരെന്നറിയാമോ? ഇതൊക്കെയുള്ള ഭംഗിയുള്ള ആളാണ് ഞാൻ. എന്നെ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട എൻ്റെ മണവാളൻ. പറഞ്ഞു ഉള്ളതെല്ലാം ഇതല്ല. അടുത്ത വരി ഇവിടെ. ഏറ്റവും മധുരമുള്ളത് അവൻ സർവാംഗ സുന്ദരൻ. ഓ, ഏറ്റവും മധുരമുള്ള വായ, കരയിപ്പിക്കുന്ന വായല്ല. പിന്നെയോ താങ്ങുന്ന, തണുപ്പ് കൊടുക്കുന്ന, സമാധാനം തരുന്ന, തീക്കകത്ത് കുറെ കൂടെ തീ കോരിയിടുന്ന വായല്ല. പിന്നെയോ ആ തീക്കകത്ത് ആശ്വാസം തരുന്ന, തണുപ്പിക്കുന്ന വായാണ് അപ്പൻ്റെ വായ. അടുത്ത വരി. കണ്ടോ? നിങ്ങൾ ആരെയൊക്കെ കൊണ്ടുവന്നാലും ഞാൻ അവനെ സ്വീകരിക്കല്ലോ. എൻ്റെ പ്രിയൻ ഇവനാണ്. ആര്? ഇത്രയും ഗുണമുള്ള ഈ പ്രിയനാണ്. ആരുടെ പ്രിയൻ? എൻ്റെയും നിങ്ങളുടെയും പ്രിയൻ. ഈ പ്രിയൻ്റെ സൗന്ദര്യം ആക്ക് വരണം. എനിക്കും നിങ്ങൾക്ക് വേറെ എല്ലാത്തിനേക്കാളും എത്രയൊക്കെ ആഗ്രഹമുണ്ട്, കർത്താവേ എനിക്ക് യേശുവിൻ്റെ സൗന്ദര്യം വരണം. ആത്മാർത്ഥമായി ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിനകത്ത് എത്രയോ വർഷം കൊണ്ട് നമ്മൾ ആരാധിക്കുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, യേശുവിൻ്റെ ഏതെങ്കിലും ഒരു സൗന്ദര്യം, ഏതെങ്കിലും ഒരു ഭംഗി, ആ നോട്ടത്തിൻ്റെ ഭംഗി, ആ സംസാരത്തിൻ്റെ ഭംഗി, ആ സ്നേഹത്തിൻ്റെ ഭംഗി, ആ താഴ്മയുടെ ഭംഗി, ഒറ്റപ്പെടുത്താത്ത ഭംഗി, കുത്തിപ്പറയാത്ത ഭംഗി, വീണ്ടും മറ്റൊരാളിനെ കരയിപ്പിക്കാത്ത ഭംഗി, കരയുന്നതോട് ചേർന്ന് കരയുന്ന ഭംഗി, ആവശ്യത്തിലിരിക്കുന്നവരുടെ അടുക്കൽ ഇറങ്ങിച്ചെല്ലുന്ന ഭംഗി, കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഭംഗി, തണുപ്പിക്കുന്ന ഭംഗി, ക്ഷമിക്കുന്ന ഭംഗി. ഓഹോ ഹല്ലേലൂയ! ക്ഷമിക്കുന്ന ഭംഗി, താഴ്മയുടെ ഭംഗി, താഴ്ത്തുന്ന ഭംഗി. ഓ ഹല്ലേലൂയ! നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ഭംഗി, ആ ദൈവത്വം അഴിച്ചു വെച്ച ഭംഗി, വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന ഭംഗി. ഹല്ലേലൂയ! ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, അപ്പച്ചാ എനിക്ക് യേശുവിൻ്റെ സ്വഭാവമാകുന്ന ഭംഗി വരണം അപ്പ, ആത്മാവിൻ്റെ ഫലമാകുന്ന ഭംഗി, സ്നേഹവും സന്തോഷവും സമാധാനവും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയ ജയമെന്ന ഭംഗി യേശുവിലുണ്ട്. ഹല്ലേലൂയ! ഈ 5 പഞ്ച ഇന്ദ്രിയങ്ങളിലും ഒരു ജയം വരണം അപ്പ. എൻ്റെ കർത്താവ് ആനന്ദിക്കണം. ഒരു ദിവസം ജീവിച്ചാലും ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്നൊരു ഭംഗി. യേശു ജീവിച്ച അത്രയും കാലവും ഭംഗി മാത്രമായിരുന്നു. ആത്മാവിൽ നിറഞ്ഞ് ജീവിച്ചു. ഞാൻ പറയാം, ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്നൊരു ഭംഗി. ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ ഭംഗിയിൽ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സ്തോത്രം. ഇരമ്യാവിൻ്റെ പുസ്തകം 2:2 കൂടെ ഒന്ന് വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. വായിച്ചേ. നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്. ഇവിടെ ഈ വാക്യം കൊടുക്കാൻ മറ്റൊരർത്ഥമുണ്ട്, പക്ഷെ ഞാൻ അർത്ഥം മറ്റൊരു ദിവസം പറയും. ഇപ്പോൾ നമ്മൾ ധ്യാനിക്കുകയാണ് മറ്റൊരു കാര്യം. ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. മതി. ദൈവത്തിന് സ്തോത്രം. ഇത് പറയാനുള്ള പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്തു? ചെയ്യാൻ തുടങ്ങി. ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യം ചെയ്യാൻ തുടങ്ങി. ആദ്യ സ്നേഹമല്ല പോയി, അടുപ്പമല്ല പോയി, ബന്ധമല്ല പോയി. അന്നത്തെ പോലെയല്ല ഇപ്പം. ദൈവത്തിന് ഹിതമല്ലാത്ത സകല പാപവും വന്നു, ദൈവത്തിൻ്റെ കോപവും ഇറങ്ങി. വരുന്ന ദിവസം അത് നമ്മൾ ധ്യാനിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, കർത്താവ് ആഗ്രഹിക്കുന്നത്, മക്കളെ അതിൽ നിന്നെല്ലാം നീ മടങ്ങി വാ, ഞാൻ വീണ്ടും നിന്നെ ചേർപ്പാൻ കാത്തിരിക്കുന്നു. പഴയതുപോലെ തന്നെ ആക്കി തീർക്കാം. കർത്താവിൻ്റെ അടുത്ത് നമ്മൾ വന്നാൽ മാത്രം മതി. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, അപ്പച്ച ആ ആദ്യ സ്നേഹവും ആദ്യ ബന്ധവും ആദ്യ സൗന്ദര്യവും ആദ്യ ഇഷ്ടം എനിക്ക് വേണം.